അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് അവറുകളാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, കർത്താവിൻ്റെ വേലയിൽ തന്നെ ഉപയോഗിച്ച വിധങ്ങൾ, വഴികൾ, കർത്താവ് തിരഞ്ഞെടുത്തതായ ആ വഴികളൊക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയപ്പെട്ടവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ നമുക്ക് എവർക്ക് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ഇപ്പോൾ ഒറീസയിലെ പാരാദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കുടുംബത്തിലെ എൻ്റെ വൈഫ് ലില്ലി ജോസഫ്, മകൾ ഷൈനി, എബി, ഹസ്ബൻഡ്, 2 മക്കളുണ്ട്, അവർ വെളിയിലാണ്. പിന്നെ മകൻ സാം ജോസഫ് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, നിർത്തിയ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒക്കെ ഓരോന്നായി ദൈവസന്നിധിയിൽ പങ്കുവച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങളെ വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേക കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ദാനിയേൽ ജോണിനും അരോമ ടിവിയുടെ എല്ലാ കാണികൾക്കും കേൾവിക്കാർക്കും വേഗം വരുന്ന കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന സ്ഥലം തിരുവല്ല കറ്റോട് എന്ന സ്ഥലത്താണ്. തിരുവല്ലയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ കറ്റോട് എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ ബാല്യകാലം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ 5 മക്കളാണ്. എനിക്ക് മൂത്തതായിട്ട് 2 സഹോദരിമാരും 1 സഹോദരനും പിന്നെ ഞാനും, 4മത്തതാണ് ഞാൻ. എൻ്റെ ഇളയ 1 സഹോദരിയുമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ഹൈന്ദവ മാർഗത്തിൽ ഉള്ളവരായിരുന്നു ആ സമയം. അങ്ങനെ വിശ്വാസത്തിൽ വരാനുള്ള കാരണം, എൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങളെ 2 ആൺപിള്ളേരാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠന് 10ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയറ്റുവേദന ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പല ആശുപത്രിയിലൊക്കെ നടത്തി. എൻ്റെ മൂത്ത സിസ്റ്റർ നേഴ്സായിരുന്നു. 2മത്തെ സിസ്റ്റർ നേഴ്സായിട്ട് തിരുവല്ലയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. മൂത്ത സിസ്റ്റർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നു. അവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മരുന്നായിട്ട് വളരെ കാര്യമായി മുൻപോട്ട് പോയി. മാത്രമല്ല, എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടുവൈദ്യനും വലിയ മന്ത്രവാദിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ നിലയിലും ഒരുപാട് രീതിയിൽ നാട്ടു ചികിത്സ ചെയ്യുകയും മന്ത്രവാദങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു രീതിയിലും തനിക്ക് സൗഖ്യമാകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സൗകര്യമാർ പറഞ്ഞു, നിനക്ക് മെഡിക്കൽ ലൈൻ പോകുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ട് നീയും കമ്പൗണ്ടിങ് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 10th പാസിന് ശേഷം താനെ കമ്പൗണ്ടിങ് പഠിക്കാൻ തുടങ്ങി. ഈ സമയത്തും വേദനയുണ്ട്. ചിലപ്പോൾ വേദന വരും, ചിലപ്പം സൗഖ്യമായിരിക്കും. ഇങ്ങനെ ആയിരുന്നു. പക്ഷേ തനിക്ക് ജോലിയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് അതിഭയങ്കര വേദന കൂടി. തന്നെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ജോലി പ്രവേശിക്കുന്ന സമയത്താണ്
തനിക്ക് അതിഭയങ്കരമായ വേദന കൂടിയും തന്നെ ജോലി വിട്ടിട്ട് വീട്ടിൽ തന്നെ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് എൻ്റെ രണ്ടാമത്തെ സഹോദരി തിരുവല്ലയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം കുറച്ച് ഉറക്ക ഗുളിക വീട്ടിൽ കൊണ്ടുവന്നു. ഇത് സഹോദരന്റെ എൻ്റെ മൂത്ത സഹോദരിയുടെ ഇളയതാണ് എൻ്റെ ജ്യേഷ്ഠൻ. അന്ന് ഈ ആർക്കും കണ്ടു നിൽപ്പാൻ കഴിയത്തില്ല. ഈ വേദന വന്നു കഴിഞ്ഞാൽ ഈ കുരങ്ങ് കുത്തി മറിയുന്നത് പോലെ കിടന്ന് മറിയും. അപ്പൊ ചിലര് പറയും ഇത് കൈവശമാണ്, ചിലർ പറയും ഇത് പിശാചാണ്, ചിലർ പറയും രോഗമാണ്. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങൾ നോക്കി. ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. അങ്ങനെ ഡോക്ടർ ലാസ്റ്റില് സ്ഥാപിച്ചു ഇവനിൽ രോഗമില്ല. മന്ത്രവാദികൾ പറഞ്ഞു ഇവനിൽ വെളിയിലുള്ളതായ പൈശാചിക ശല്യങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് ഞങ്ങൾ പൂജിക്കുന്ന ഞങ്ങളുടെ ദൈവങ്ങൾ ആരും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. അപ്പം ജ്യേഷ്ഠനെ ശബരിമലയ്ക്ക് പോവും, ഞാൻ പോവും ജ്യേഷ്ഠന് വേണ്ടി. അച്ഛനും അമ്മാവനും എല്ലാം വളരെ ആ നിലയില് വളരെ ഭക്തിയില് മുൻപോട്ട് പോകുന്നു. പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പൊ ഒടുവിലെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, മന്ത്രവാദികൾ ഒഴിഞ്ഞു. ഒടുവിലെ ഞങ്ങൾ ആശ്രയിച്ച ദേവന്മാരെല്ലാം കൈയൊഴിഞ്ഞു. ഒടുവിൽ താൻ മരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം ആശയില്ലാത്തൊരു ലൈൻ വന്നു. അപ്പൊ ഒരു ടാബ്ലറ്റ് ഉറക്ക ഗുളിക അന്ന് രാത്രിയിൽ എൻ്റെ സിസ്റ്റർ കൊടുത്തു. അല്പസമയം ഉറങ്ങി. പിന്നെയും തനിക്ക് വേദന ആരംഭിച്ചു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, അയാൾ ഒരു ഗുളികയായിട്ട് കൊണ്ടുവരത്തില്ല, ഇനിയും ജീവിച്ചിരുന്നിട്ട് ആവശ്യമില്ല. രാവിലെ എൻ്റെ സിസ്റ്റർ ആശുപത്രി പോകാനായിട്ട് കുളിക്കാൻ പോയ സമയം, ഈ സമയത്ത് മറ്റാരും വീട്ടിലില്ലായിരുന്നു. താനെ സിസ്റ്ററുടെ പെട്ടി നോക്കിയപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നു. അത് കുത്തി തുറന്ന് നോക്കിയപ്പോൾ 19 ഉറക്ക ഗുളികയുണ്ട്. ഈ 19 ഉറക്ക ഗുളികയും ഒരുമിച്ച് ഞാൻ കഴിച്ചിട്ട് താൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ളതായ ആ ഒരു ചിന്താഗതിയില് താൻ പൗഡറൊക്കെ ഇട്ട് ഷർട്ടൊക്കെ മാറി കട്ടിലെ നീണ്ട് അവിടെ കിടന്നു. സിസ്റ്റർ കുളിച്ചിട്ട് വരുമ്പോൾ വളരെ സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നു, പൗഡറൊക്കെ ഇട്ടിരിക്കുന്നു. സിസ്റ്റർ കുളിക്കാൻ പോയപ്പോൾ ഹായ് ഹായ് എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കിടന്ന വ്യക്തി ഈ ശാന്തമായിട്ട് ഉറങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് എൻ്റെ സിസ്റ്റർ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു. എൻ്റെ ജ്യേഷ്ഠന്റെ പേര് ആ സമയത്തെ രാമചന്ദ്രനാണ്. രാമചന്ദ്രനെ വിളിച്ചു. താൻ ഒരു ശബ്ദമൊന്നും പുറപ്പെടുവിച്ചില്ല, താൻ ഉറക്കമായിരുന്നു. പെട്ടി നോക്കിയപ്പോ പെട്ടി തുറന്നിട്ടിരിക്കുന്നു. ആ ടാബ്ലറ്റ് ഒന്നുമില്ല. തനിക്ക് മനസ്സിലായി ഈ മരുന്നെല്ലാം എടുത്ത് കഴിച്ചു എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അയൽവക്കത്തുകാരോടെല്ലാം പറഞ്ഞ് ഒരു ടാക്സി പിടിച്ച് തിരുവല്ലയിലെ താൻ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാര് പഠിച്ച പണി 18 നോക്കി. ഇന്നത്തെ ലെവലിലെ മെഡിക്കൽ സയൻസ് അന്ന് വളർന്നിട്ടില്ലായിരുന്നു. അവർ ഛർദിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ ഛർദിച്ചൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞു. ലാസ്റ്റില് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ ബ്രദർ ജീവിക്കത്തില്ല, താൻ മരിച്ചു പോകും, ഒരുപാട് ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർക്ക് വലിയ ഭയമായി. കാരണം ഇത്ര ഉറക്ക ഗുളിക എവിടെ വന്നു? താൻ ജോലിക്ക് പോകുന്നില്ല, പിന്നെ സിസ്റ്ററാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റർ ആയിരിക്കും ഗുളിക കൊണ്ടുപോയി കൊടുത്തു കൊന്നതായിരിക്കും എന്നുള്ളത് ഒരു ചിന്താഗതി എനിക്ക് വന്നു. താൻ ഭയപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞ് അവിടെ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒന്ന് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങളുടെ ബ്രദറിനെ ആർക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല, രക്ഷിക്കാവുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഹിതമില്ലെങ്കിൽ ഇവൻ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ സൗരൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ 3 ദിവസമായിട്ട് അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തി ഛർദ്ദിച്ച് തനിക്ക് ബോധം വീണു. ബോധം വീണ് കഴിഞ്ഞ് പുള്ളി കൈ കൂപ്പിട്ട് പറഞ്ഞു. അപ്പൊ ഈ കമ്പൗണ്ട് അടുത്തൊപ്പുണ്ട്. പറഞ്ഞു, എന്നെ ആരെയും രക്ഷിക്കരുത്, ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്പൗണ്ടർ പറഞ്ഞു, നിന്നെ ആർക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല, രക്ഷിക്കാവുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഹിതമല്ലെങ്കിൽ നീ മരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒടുവില് ഈ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്.
താൻ മുടിയും വളർത്തി, താടിയും വളർത്തി, കഴുത്തിൽ മാല എല്ലാം ഉണ്ട്. താൻ ആ മാലയെല്ലാം ഊരി ഒരു ദൈവവും ഇല്ല എന്നുള്ള ഒരു തീരുമാനം പുള്ളി അങ്ങ് എടുക്കുകയാണ്. കാരണം ദൈവങ്ങളൊന്നും കേട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ആ കമ്പൗണ്ടറോട് പറഞ്ഞു, എനിക്ക് വായിക്കാൻ എന്തെങ്കിലും തന്നാൽ നല്ലതായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം കുറച്ച് ട്രാക്ട്സ് ഒക്കെ കൊണ്ട് കൊടുത്തു വായിക്കാനായിട്ട്. അതിൻ്റെ അകത്തെല്ലാം രോഗികൾ സൗഖ്യം പ്രാപിച്ചതും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഞാൻ പറയും, എനിക്കൊരു ബൈബിൾ തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഈ കമ്പൗണ്ട് ഒരു പഴയ ഒരു വലിയ ബൈബിൾ കൊണ്ട് കൊടുത്തു. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ദൈവമുണ്ട്, ദൈവം കൽപ്പിച്ചു, ദൈവം എഴുതി, ദൈവം അരുളി ചെയ്തു, ദൈവം പറഞ്ഞു എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നി. പിന്നെ താനെ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്നും യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കിയെന്നും ഒക്കെ ഉള്ളതായ വചനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു. താൻ ആശുപത്രി കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതകരമായിട്ട് ആ സമയം തന്നെ താൻ സൗഖ്യം പ്രാപിച്ചു. താനെ ഒരു ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് തരണം. പറഞ്ഞു, നീ സൗഖ്യമല്ലല്ലോ, പിന്നെ എങ്ങനെ പോന്നോ? പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ സൗഖ്യമായി എന്നെല്ലാം പറഞ്ഞു ഡിസ്ചാർജ് മേടിച്ച് യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോയും ആ ബൈബിളും ഒക്കെ ആയിട്ട് താനെ വീട്ടിൽ വന്നു. അപ്പം വീട്ടിൽ വന്ന സമയത്ത് ഇത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്ത്യാനി ആയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വീട്ടിലെ അന്തരീക്ഷം നേരെ അങ്ങ് തിരിഞ്ഞു. എൻ്റെ അമ്മ 10 മക്കളെ പ്രസവിച്ചു. അതിലെ 5 മക്കളും മരിച്ചുപോയി. എല്ലാം പെൺകുട്ടികളായിരുന്നു. അപ്പൊ ഈ എൻ്റെ ജ്യേഷ്ഠനെ വളരെ നേർച്ച കാഴ്ചകൾ വെച്ച് കിട്ടിയതാണെന്ന് മാതാപിതാക്കന്മാർ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ഞങ്ങൾ 5 മക്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ സഹോദരനെ. ജ്യേഷ്ഠൻ 1 മണിക്കൂർ ഉറങ്ങിയാൽ എൻ്റെ അമ്മ 1 മിനിറ്റ് പോലും ഉറങ്ങത്തില്ല. ജ്യേഷ്ഠനായിരിക്കുന്നു വയറ് തിരുമുകയും ചൂട് വെക്കുകയും നാമം ജപിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ അമ്മ നേരെ അങ്ങ് തിരിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഈ ഭദ്രകാളിയുടെ സേവയുണ്ട് അമ്മയ്ക്ക്. കുടുംബ ദൈവങ്ങളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിൽ വരും, വെളിപ്പെടും, സംസാരിക്കും. അങ്ങനെ ഈ ഭദ്രകാളിയുടെ സേവ അമ്മയുടെ മേൽ വരികയും വളരെ എതിർപ്പുകൾ ഉണ്ടായി. പക്ഷേ ഇതൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല. ഒടുവിൽ സഹിക്കാൻ വയ്യാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ബൈബിളെല്ലാം വലിച്ചെറിയുകയും ചെറിയ പുസ്തകങ്ങളെല്ലാം കീറിക്കളയുകയും അങ്ങനെ എന്നെ കൊണ്ട് കഴിയതെല്ലാം അന്നും ഞാനും ഉപദ്രവേൽപ്പിച്ചു. ഈ സമയത്ത് ജ്യേഷ്ഠനെ തിരുവല്ലയിലെ ഷാരോൺ ബൈബിൾ കോളേജിലെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ലാസ്റ്റ് വീട്ടിൽ നിൽക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്ക് താൻ അവിടെ പോയി താമസം ആരംഭിച്ചു. അപ്പോൾ ഏകദേശം 3 വർഷമായി താൻ വിശ്വാസി വന്നിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കും. 3 വർഷം കഴിഞ്ഞു. അവിടെ വെച്ച് ഈ സൗഖ്യമായ രോഗം പിന്നെയും വന്നു. അപ്പൊ ദൈവപ്രവൃത്തി എന്നല്ലാതെ നമുക്കിവിടെ പറയാൻ കഴിയത്തില്ല. ഇപ്പോഴേ പുള്ളിക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ട്, ഛർദിലുണ്ട്, വയറ്റ് വേദന. ഛർദിക്കാൻ, വെള്ളം കുടിച്ചാലും ഛർദിക്കും, ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയായി. ഗ്യാസ് ട്രബിൾ, ഗ്യാസ് തികട്ടി കഴിഞ്ഞാൽ മുറിയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വരും. സ്കൂളിലെ ആൾക്കാർ, ടീച്ചർമാരോട് പറഞ്ഞു, ഇവരിവിടെ കിടന്നാൽ മരിച്ചു പോകും, മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും, കാരണം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഹിന്ദുക്കളാ, നമ്മളെ വിടത്തില്ല, അതുകൊണ്ട് കൊണ്ടുവിടാം. അവരൊരു ടാക്സി പിടിച്ച് പെട്ടെന്ന് ജ്യേഷ്ഠനെ കൂട്ടി വീട്ടിൽ കൊണ്ടിട്ടു. 6 ദിവസമായി വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ആഹാരമൊന്നും കഴിക്കുക, വെള്ളം കുടിക്കത്തില്ല, ഒരു കൊഞ്ച് ചുരുളുന്ന പോലെ അങ്ങ് ചുരുണ്ട്. ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൗണ്ട്. അപ്പൊ മരിക്കും എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പൊ ഞങ്ങൾക്ക് വരത്തില്ല, എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ആരും വീട്ടിൽ പ്രാർത്ഥിപ്പാൻ വരത്തില്ല. കാരണം ആരെങ്കിലും വരുന്ന എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരോട് ചീത്ത പറയും. അതുകൊണ്ട് ആരും പറയാം, എൻ്റെ ഭൂമിക്കകത്ത് കാല് വെക്കരുതെന്ന് പറയും. അങ്ങനെ ഇരുന്ന സമയത്ത് 6ാമത്തെ ദിവസം 2 സഹോദരന്മാർ വീട്ടിൽ വന്നു പറഞ്ഞു, അമ്മച്ചി, ഞങ്ങള്
ഏബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്റെ പേര് താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സമയത്ത് തന്റെ പേര് ചേഞ്ച് ചെയ്തു, AP എബ്രഹാം എന്നായി. അങ്ങനെ ഏബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മയൊന്നും മിണ്ടിയില്ല, കാരണം അമ്മയ്ക്ക് അറിയാം എന്ത് പറയണമെന്ന് അറിയത്തില്ല, കാരണം മരിച്ചു പോകുന്ന അറിയാം. ഒരു പറഞ്ഞ് ഞങ്ങൾ ഏബ്രഹാമിനെ ഒരു വീട്ടിൽ കൊണ്ടുപോവാന്ന് ആ വീടിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞോട്. അമ്മ പറഞ്ഞു കൊണ്ടുപോവോ കൊല്ലുവോ തിന്നുവോ എന്ത് വേണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവര്, ഞാൻ ആ സമയത്തുണ്ട്, എന്റെ മുൻപിൽ വെച്ച് ഇവര് കസേര പോലെ ആക്കി എന്റെ ജ്യേഷ്ഠനെ നടുക്കിരുത്തിക്കൊണ്ട് ഇവര് കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചെടുത്തോണ്ട് പോയി. ഞാൻ ഒരു രക്ഷ. അപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സഹോദരനോട് മിണ്ടത്തൊന്നുമില്ല. ഞാനിങ്ങനെ അമ്പലഭക്തനായിട്ട് ഞാൻ നടക്കുക ചെറുപ്പം തൊട്ടേ. ഈ ശബരിമലയ്ക്കൊക്കെ പോവുകയും എല്ലാ ഞായറാഴ്ച അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുകയും വൈകിട്ട് പോലും കഴിക്കാതെ ഒക്കെ കുത്തിയിരിക്കും. അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പം ഞാനിങ്ങനെ വളരെ ആ രീതിയിൽ ഭക്തിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠൻ ക്രിസ്ത്യാനി ആയത് ഞാൻ ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനോടകം എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ആ ഗുളിക കൊണ്ടു കൊടുത്ത വ്യക്തി ജോലിയെല്ലാം വിട്ടേച്ച് പുള്ളിക്കാരത്തെ മൂത്ത സിസ്റ്റർ എനിക്ക് തമിഴ്നാട്ടിൽ പോയി. കാരണം ഇവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേടായെന്നും പറഞ്ഞ് താനെ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ വന്നിട്ട് ഞാനും ജ്യേഷ്ഠനും എൻ്റെ ഇളയൊരു സൗകര്യം അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. വളരെ സാമ്പത്തികമായിട്ട് വളരെ താണ ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത വല്ലാത്ത ഒരവസ്ഥ വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് കൊണ്ടുപോയതിന്റെ രണ്ടാമത്തെ ദിവസം എൻ്റെ ഹൃദയത്തിൽ വലിയൊരാഗ്രഹം. അപ്പൊ ഞങ്ങൾ എറമ്പിലാണ് താമസിക്കുക. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വള്ളമുണ്ട്. ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്തുന്നതിന് പൈസ കിട്ടും. ഗവൺമെന്റ് കടത്തുമുണ്ട്. അപ്പൊ ഗവൺമെന്റ് കടത്ത വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആൾക്കാർ നിറയാതെ അവർ കൊണ്ടുപോകത്തില്ല. അപ്പൊ അത്യാവശ്യമായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ ഈ പ്രൈവറ്റ് വള്ളത്തെ സേവിക്കും. അവര് പൈസ തരും, അവരെ പെട്ടെന്ന് അക്കരെ ഇക്കരെ കടത്തും. അങ്ങനെ ആ നിലയിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെലവ് കഴിഞ്ഞ് പോകാൻ പറ്റും. സന്ധ്യയായപ്പോ ഞാനേ അച്ഛനോട് പറഞ്ഞു, വള്ളം നോക്കിക്കോ, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോയി കണ്ടിട്ട് വരണം. എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആകാംക്ഷ, ജ്യേഷ്ഠനെ കാണണം. വീട്ടിലുണ്ടെങ്കിൽ മിണ്ടത്തില്ല, പക്ഷെ കൊണ്ടുപോയതിന്റെ രണ്ടാമത്തെ ദിവസമായി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നി പോണം. ഞാനേ ആ സമയത്ത് ബീഡിയും സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് വയസ്സൊന്നുമില്ല, 18-19 വയസ്സേ ഉള്ളൂ. ഞാന് കുറച്ച് ബീഡിയൊക്കെ മേടിച്ച് മടിയിലും വെച്ച് കുറച്ച് റസ്ക് ഒക്കെ മേടിച്ച് ജ്യേഷ്ഠനെ കാണാനായിട്ട് അവർ പറഞ്ഞ വീടിന്റെ അഡ്രസ് തിരക്കി. ഞാൻ വീടിനടുത്താ, ഞാൻ അവിടെ പോയി. ആ മുറ്റത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാന്തം ഇരുമ്പിനെ വലിക്കുന്ന പോലെ എന്നെ ആരോ അകത്തോട്ട് വലിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ അറിയാതെ തന്നെ അവരുടെ ആ വരാന്തയിൽ കയറി നിന്നു. കയറുന്ന അകത്തോട്ടൊക്കെ ഇവരെ കഥ ചാരിയിരിക്കുകയാണ്. ഒരു 10-25 ചെറുപ്പക്കാര് അകത്തിരുന്നോണ്ട് ഈ റബ്ബർ പന്ത് കുതിക്കുന്ന പോലെ ഇവര് കുതിച്ചോണ്ടിരിക്കുക. അതിന്റെ നടുക്കല് എന്റെ ജ്യേഷ്ഠനായിരുന്നു, അദ്ദേഹം ഇതുപോലെ റബ്ബർ പന്ത് കുതിക്കുന്ന പോലെ കുതിക്കുന്നു. എനിക്കൊരു അത്ഭുതമായി. കാരണം 6 ദിവസമായിട്ട് വീട്ടിൽ വെള്ളം കുടിച്ചിട്ടില്ല, കയ്യിൽ എടുത്തോണ്ട് പോയ വ്യക്തിയാണ് ഇങ്ങനെ ഇരുന്ന് കുതിക്കുന്നത്. അപ്പൊ ഞാന് വെളിയിൽ നിൽക്കുന്ന കണ്ടോണ്ട് ഇവരെന്നെ പറഞ്ഞു. പെട്ടെന്ന് ഇവർ വെളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, കയറിയിരിക്കെ എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഞാൻ പോയി അകത്തിരുന്നു. ലാസ്റ്റിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ഏബ്രഹാം മീൻകറി കൂട്ടി കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരുടെ തീരുമാനമായിരുന്നു, ഏബ്രഹാമിന് എന്ന് സൗഖ്യം ലഭിക്കുമോ അന്നേ ഞങ്ങൾ ആഹാരം കഴിക്കത്തുള്ളൂ. ഈ 10-20 പേര് കൂടി അങ്ങ് ഉപവാസം തീരുമാനിച്ചു. ആ ഉപവാസത്തിന്റെ രണ്ടാമത്തെ ദിവസം കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുത്തു. അങ്ങനെ അന്ന് ഞാന് ഇത് 1974 സെപ്റ്റംബർ 17-18 ദിവസങ്ങളാണ്. ഞാൻ യേശുക്രിസ്തുവിനെ അന്ന് രാത്രി രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്കിടയാക്കി. പിതാവായ ദൈവം ഒരുവനെ ആകർഷിച്ചിട്ടല്ലാതെ അവൻ പുത്രനിലേക്ക് കടന്നു വരികയില്ലല്ലോ എന്ന ദൈവവചനം ഇന്നും അറിയാം, പക്ഷെ അന്ന് അറിയത്തില്ലായിരുന്നു. ബൈബിളിനെ കുറിച്ച് ABCD എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് വന്നു. താമസിക്കാതെ എനിക്ക് സ്നാനപ്പെടാൻ തോന്നി. കാരണം സ്നാനം എനിക്കറിയാം. കാരണം ഞങ്ങൾ ആറ്റുകടവിലായപ്പോൾ ഈ ചൂട് കാലത്തും
അല്ല ഈ കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് ആറ്റിലെ നിരയായി നിർത്തി സ്നാനം നടത്തും. അപ്പൊ അവര് പോയി കഴിയുമ്പോൾ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവര് പറഞ്ഞ അതേ വാചകം പിള്ളേരോട് പറഞ്ഞ് അവരെയും പിടിച്ചാൽ മുക്കുമായിരുന്നു. സോ അങ്ങനെ ആ ഇത് ദൈവം പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു റിഹേഴ്സലായിരുന്നു എന്നുള്ളത്. അങ്ങനെ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾ അത് ആമല്ലൂര് മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IPC ചർച്ചില് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ സ്നാനപ്പെടാന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് പറ്റത്തില്ല, അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, മാറിപ്പോയാലോ. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, നാളെ അവൻ സ്നാനപ്പെടാതെ മരിച്ചു പോയാൽ നിങ്ങൾ ഉത്തരവാദിയാണെന്ന് ചോദിച്ചു. അവര് മിണ്ടിയില്ല. പുള്ളി പറഞ്ഞു, വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യക്തി സ്നാനപ്പെടാൻ ആഗ്രഹിച്ചാൽ സ്നാനം കൊടുക്കുക എന്നുള്ളതാണ്. അവന്റെ ജ്യേഷ്ഠൻ ഒരു ദൈവ ശുശ്രൂഷകനാ. സോ അവൻ വിശ്വാസത്തിൽ നിലനിന്നോളൂ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി, എന്നെ സ്നാനപ്പെടുത്തി. സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ കയറി വരുമ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു, ഇവൻ അഗ്നി ജ്വലിക്കുന്ന ശുശ്രൂഷ ചെയ്യുമെന്ന്. പലർക്ക് ദൈവാത്മാവ് വെളിപ്പാട് കൊടുത്തു. അതോടുകൂടി അവർക്ക് വളരെ സന്തോഷമായി. ശരിക്കും പറഞ്ഞ അങ്ങനെ ഞാൻ കുടുംബത്തെ ഇങ്ങനെ നോക്കി വേലയൊക്കെ ചെയ്യും. മണൽ വാരും, ആറ്റിലൊക്കെ ഈ ആറ്റല്ലമ്പിലായതുകൊണ്ട് മണൽ വാരും, ലോറിക്കടിക്കും, ഇങ്ങനെ പണി ചെയ്ത് ഇങ്ങനെ പോരുക. അപ്പൊ ജ്യേഷ്ഠന് തീരുമാനിച്ചു, സോ അനിയനുണ്ടല്ലോ, കുടുംബത്തെ നോക്കും. അപ്പൊ ഞാൻ രക്ഷയിലേക്ക് വന്നതോടുകൂടി വീട്ടിലെ എതിർപ്പ് അങ്ങ് മാറി. ഇപ്പൊ അമ്മയൊന്നും പറയാൻ പറ്റത്തില്ല, അച്ഛൻ അല്ലെങ്കിൽ എതിരില്ല. കാരണം എൻ്റെ അച്ഛന്റെ ചില സഹോദരിമാര് യാക്കോബ വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാല് അദ്ദേഹം വലുതായിട്ടൊന്നും, വല്ലപ്പോഴും അമ്പലത്തിൽ പോയി അത്രേ ഉള്ളൂ, അല്ലാതെ എതിരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കായിരുന്നു എതിര്. പക്ഷെ ഞാൻ വിശ്വാസം വന്നതോടുകൂടി അമ്മയുടെ എതിര് മാറി. എൻ്റെ ഇളയ സിസ്റ്റർ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ കുടുംബത്തിൽ പ്രാർത്ഥനയായി, ആരാധനയായി, ഉപവാസ പ്രാർത്ഥനയായി ഇങ്ങനെ നടന്നു. അപ്പം പാവപ്പെട്ട കുടുംബമാണെങ്കിൽ ആഹാരത്തിന് ആ സമയത്ത് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ പണിക്കൊക്കെ പോവും. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ അധ്വാനിക്കാൻ തുടങ്ങി. അപ്പൊ ജ്യേഷ്ഠനും ചിന്തിച്ചു, പുള്ളിക്ക് വിശ്വാസാൽ വേല ചെയ്യാം, സഭാചാർജൊന്നുമില്ല. പുള്ളി ഇങ്ങനെ നടന്ന് സുവിശേഷം അറിയിക്കും, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും, പരിശ്രമങ്ങൾ നടത്തും. ഞാൻ ഉദയത്തിനോട് പോവും, പരിശ്രമം നടത്താനും വാക്യം ഏറ്റു പറയാനും ഒക്കെ ഞാൻ നടന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങള് മണൽ വാരി, വള്ളം വാടകയ്ക്കെടുത്ത് ആൾക്കാരെ വെച്ച് മണൽ വാരി ലോറിക്ക് അടിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഒരു രാത്രിയിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇതുവരെ എൻ്റെ രക്ഷയെക്കുറിച്ചായിരുന്നു, ഞങ്ങളുടെ കുടുംബം എങ്ങനെ രക്ഷയിലേക്ക് വന്നു. ഇനി ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയായിട്ട് 1.5 വർഷം ഞാൻ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസിയായിട്ട് ജീവിച്ചു. കർത്താവിന് വേല ചെയ്യാനുള്ളതായ ഇതൊന്നും എനിക്കില്ലായിരുന്നു. കാരണം കുടുംബത്തിന്റെ പരത്വമുണ്ട്. ഞാന് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ അരികിൽ വന്നു. ആളാരാന്ന് അറിയത്തില്ല, വ്യക്തമല്ല. പക്ഷെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് വിദ്യാഭ്യാസമില്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ 6ാം ക്ലാസ്സിൽ തോറ്റുപോയതാണ്. പഠിക്കാൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് 6ലെ തോറ്റു, പഠിത്തം നിർത്തി. എന്നിട്ട് തമിഴ്നാട്ടിൽ പോക്കളഞ്ഞു. എൻ്റെ മൂത്ത സിസ്റ്റർക്ക് അവിടെ പോയി 1 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെൽത്ത് ഒക്കെ നല്ലതായിട്ട് തിരിച്ചു കഴിയുമ്പോഴാണ് ഈ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഈ ഉറക്കത്തിൽ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ചതല്ല എന്ന് പറഞ്ഞു. എന്നെ ഈ കൊണ്ടുപോയ വ്യക്തി പെട്ടെന്ന് എന്നെ ആത്മാവിൽ എടുത്തുകൊണ്ട്, അപ്പൊ ഇതിനോടകം ഞാൻ പരിശുദ്ധാത്മോക്ഷവും പ്രാപിച്ചു. ഞാൻ 1974 സെപ്റ്റംബർ 21-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. അതേ വർഷം 74 ഡിസംബറിൽ 3 ദിവസം ഞങ്ങൾ അവിടെ IPCയിലെ ഒരു വിശ്വാസ വീട്ടിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു, ജോയ് സാർ എന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഉപവാസപ്രായിരിക്കുമ്പോൾ അതിന്റെ 2ാമത്തെ ദിവസം ദൈവം എന്നെ പരിശുദ്ധാത്മാവ് നിറച്ചു. എന്ന് പറഞ്ഞാൽ ഡിസംബർ 25-ാം തീയതി 4 മണിയായപ്പോൾ ദൈവന്റെ പരിശുദ്ധാത്മാവ് നിറച്ചു. അങ്ങനെ ആവശ്യം പറഞ്ഞു. വളരെ ദൈവത്തിന് കൃപ, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, വളരെ ആത്മീയ അന്തരീക്ഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
അത് എന്നെ പെട്ടെന്ന് എന്നെ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അത് നിർത്തിയപ്പോൾ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കയ്യില് ഇങ്ങനെ ചാരിക്കിടത്തിക്കൊണ്ട് ഒരു തുണി കൊണ്ട് അതിനെ ചൊറിയുന്നു. ശരീരം എല്ലാം വലിയ മുഴയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 3 മാസത്തിനുള്ളിൽ കുട്ടി മരിച്ചു പോകും. ഇതിനായിട്ട് 6 വയസ്സുണ്ട്, പക്ഷെ കണ്ടാൽ ഒരു 3 വയസ്സ് പോലും തോന്നിക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച, കർത്താവേ, ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുകയും, അപ്പോൾ ഈ സ്ത്രീ എൻ്റെ കയ്യിൽ ബൈബിൾ കണ്ടുകൊണ്ട് അത് ആ സ്ത്രീ ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു, വിശുദ്ധന്മാർ തങ്ങളുടെ വലങ്കർ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. പെട്ടെന്ന് എൻ്റെ വലങ്കർ ഉയർന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ശബ്ദം പിന്നെയും എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിയായി പറയുന്നത്, പക്ഷെ എനിക്ക് കാണാൻ പറ്റത്തില്ല, വേറെ സൗണ്ട് മാത്രമേ ഉള്ളൂ. പറഞ്ഞു, നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കേണ്ടതിന് ഒരുവന്റെ കുറവിന് മറ്റൊരുവൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിപ്പീൻ. ഈ സൗണ്ട് ഞാൻ കേട്ടു. ഈ വാക്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് വേദോസ്തവത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജ്യേഷ്ഠനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ള കാര്യം, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഈ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എൻ്റെ ഇടതുവശത്ത് ഒരു മദ്യപാനായ മനുഷ്യൻ, ഞങ്ങളുടെ അടുത്തുള്ള, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം ഉണ്ട്. എൻ്റെ വലതുവശത്ത് ഒരു ആത്മീയനായ മനുഷ്യൻ, അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, വെളിപ്പെടുന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ നിപ്പുണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ഇടതുവശത്ത് നിൽക്കുന്ന ആ മദ്യപാനായ മനുഷ്യന് വേണ്ടി, കർത്താവ് ഇദ്ദേഹത്തിന്റെ പാപത്തിന് ക്ഷമിക്കണമേ, അദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്റെ പാപം ഞാൻ ഏറ്റുപറയുന്നത്, കർത്താവ് എന്റെ പാപം ക്ഷമിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ കൈ ഉയർന്നിരിക്കുകയാണ്. വലിയൊരു വെളിച്ചം ഉരുണ്ടുകൂടി എൻ്റെ കൈമേൽ വന്നിട്ട് എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു. പെട്ടെന്ന് എൻ്റെ കൈ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ചെന്നു. അങ്ങനെ ഈ പ്രിഗ്നാക്ഷൻ പോലെ പെട്ടെന്ന് ചെല്ലുകയും എന്നിൽ വ്യാപരിച്ച ഈ വെളിച്ചം ഈ കുഞ്ഞിന്റെ മേലെ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കുഞ്ഞ് സൗഖ്യമായി. അപ്പൊ ഞാനൊരു നീണ്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു. പക്ഷെ എനിക്ക് സൗഖ്യമായി അറിയപ്പോ ഞാൻ എന്ത് ചെയ്തു, പ്രാർത്ഥന കട്ട് ചെയ്തു. ആമേൻ പറഞ്ഞു. നോക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു മുഴയില്ല, തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെ നല്ല ശോഭയായ ശരീരം. ഈ മാതാവ് അങ്ങ് രക്ഷിക്കപ്പെടുക മാത്രമല്ല, ഇവിടുന്ന് എല്ലാ ആൾക്കാർ ഓടി വരികയാണ്. ഓടി വന്നിട്ട് എല്ലാവരും അങ്ങ് യേശുവിനെ അങ്ങ് വിശ്വസിക്കുക. ഒരു സഭയായി കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയ വ്യക്തി അവിടെ പറയും, ആദിമ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും അപ്പോസ്തലന്മാരാൽ അനേക സഭകൾ ഉടലെടുപ്പിച്ചതുപോലെ നിന്നെ കൊണ്ടും അനേക സഭകൾ ഉടലെടുപ്പിക്കും, ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. ഇതൊരു വെടിപൊട്ടുന്ന പോലെ ഒരു ശബ്ദമായിരുന്നു. ഈ ശബ്ദം കേട്ടു, ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പൊ രാത്രി എത്ര മണിയൊന്നും അറിയത്തില്ല, സ്വന്തം ഭവനത്തില. ഞെട്ടി ഉണർന്നു. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ എത്ര നേരം കരഞ്ഞെന്ന് അറിയത്തില്ല. സമർപ്പിച്ചു, കർത്താവെ, ഈ ലോകത്ത് ഞാൻ ജീവിക്കുവാണെങ്കിൽ നിന്റെ വേലയല്ലാതെ വേറെ 5 പൈസയുടെ ജോലി ഞാൻ ചെയ്യത്തില്ല എന്ന് ദൈവത്തെ സന്നിധി ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കരച്ചിലും പോയി, എൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനമായി, സന്തോഷമായി. ഞാൻ കിടന്ന് നല്ലപോലെ ഉറങ്ങി. നേരം വെളുത്തു. ഒരു 8 മണി ആയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു, വിളിച്ചു, സോമ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കാര്യം ഞാൻ വരുന്നില്ല, അത്രേ പറഞ്ഞുള്ളൂ. അവര് തിരിച്ചു പോയി. കാരണം വെള്ളം പോകി കിടക്കുക. അപ്പൊ ആറിന്റെ അക്കരെ പോയി ആറ്റിൽ നിന്ന് മണൽ വാരിക്കൊണ്ട് ഈ വള്ളം ഇക്കരെ കൊണ്ടുവരണമെങ്കിൽ അത് എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ അമരത്ത് നിൽക്കുന്ന മെയിൻ ആള് ഞാനാ. അതുകൊണ്ട് അവര് തിരിച്ചുപോയി. അവർ 4 പേരുണ്ട്, ഞങ്ങൾ 5 പേര് ആൾക്കാര്. 2 ദിവസമായി പോകുന്നില്ല, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്റെ വള്ളം തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. വള്ളം തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ ടീം അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി വേല ചെയ്യാൻ. വീട്ടിലെ പല പ്രയാസങ്ങളായി. കാരണം എല്ലാ ദിവസവും കുറച്ച് പൈസ വരുമായിരുന്നു.
ഇപ്പം വരുന്നില്ല. ജ്യേഷ്ഠൻ ചോദിച്ചു, എന്തോ നീ എന്തുകൊണ്ട് വേലയ്ക്ക് പോകുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് സുവിശേഷ വേല ചെയ്യാൻ പോവാ. എനിക്ക് ദൈവം തന്ന ദർശനമോ അതൊന്നും ഞാൻ പറഞ്ഞില്ല, അതെന്റെ ഹൃദയത്തിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് ആഗ്രഹമില്ല. അപ്പോഴും ഞാന് എന്റെ ദർശനം പറയുന്നില്ല. ഏലം കൊള്ളാം, സവർണോട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും, പരിശ്രമങ്ങൾ നടത്തും. ചില ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്, 7 ദിവസം ഉപവാസമാണ്. അവിടെ പോയി കംപ്ലീറ്റ് ഉപവാസം. ഞാൻ അവിടെ ചെന്ന് ഉപവസിക്കാൻ തുടങ്ങി. അവിടെ ഒരു ദേവദാസൻ വന്ന ആരംഭത്തിൽ വന്നിട്ട് എന്നെ CP ജോസഫ് എന്ന് പറയും, കുമ്പനാട്ടുള്ള അദ്ദേഹം വന്നിട്ട് എന്നോട് ദൈവിക ആലോ പറഞ്ഞു, എന്റെ സന്നിധിയിൽ തഴക്കവും പഴക്കവുമുള്ള ദേവദാസന്മാരിൽ കൂടി നിന്നെ നടത്തി എന്റെ ശുശ്രൂഷ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുമെന്ന് പറയും. കാരണം എനിക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മള് ആത്മീയമായിട്ട് വെറും പൂജ്യം. ശുശ്രൂഷ എന്താണോ ഏത് നിലയാണെന്നോ നമുക്കറിയത്തില്ല. ഈ കൂടാണെന്ന് ഇവരുടെ കൂടെ വാക്യം വിളിച്ചു പറയും, ഇവര് പറയുന്ന വാക്യം ഞാൻ ഏറ്റു പറയും. ഇതൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം, ആ ഉപവാസത്തിന്റെ അവസാന ദിവസം കർത്താവിന്റെ ദാസൻ PV ആശാര്യോപദേശി അവിടെ വന്നു. എന്നെ കണ്ടു, അദ്ദേഹം ഒന്ന് പരിചയപ്പെട്ടു, ചോദിച്ചു, നിനക്ക് എന്റെ ഒരു കൺവെൻഷൻ ഉണ്ട് ചാത്തങ്കേരിയിൽ, കോമാടിമുക്ക് എന്ന് പറയും, അവിടെ വന്ന് നിനക്കൊരു സാക്ഷ്യം പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയെ ഡേറ്റ് തന്നു. ഞാൻ അവിടെ ചെന്നു. പുള്ളിയുടെ കൂടെ 4-5 പേരുള്ള ഒരു ടീമുണ്ട്. അവിടെ ചെന്ന് ഞാൻ കണ്ട കാഴ്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചയായിരുന്നു. പുള്ളി രോഗികളുടെ പേര് വിളിച്ചു പറയും പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആ രോഗി സൗഖ്യമാകും. ചിലപ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനത്തിന്റെ ഇടയിലേക്ക് ചെല്ലുക, രോഗികളെ പിടിച്ചു പൊക്കിക്കൊണ്ട് വരിക, പ്രാർത്ഥിക്കുക, എണ്ണ പൂശി പ്രാർത്ഥിക്കുക, ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പുള്ളി പറഞ്ഞു, നിനക്ക് താല്പര്യമെങ്കിൽ എൻ്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. കാരണം കർത്താവിന്റെ വിലക്ക് നീ ഇറങ്ങിയില്ലേ, ഇതൊന്നും ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പുള്ളി ഒരിടത്ത് ഇന്ന് കൺവെൻഷൻ തീർന്നാൽ നാളെ വേറൊരിടത്ത് തുടങ്ങും. ഇങ്ങനായി. അപ്പൊ അന്നത്തെ കാലത്ത് ഈ മലയാളത്തിൽ നിന്ന് മലയാളം ഇങ്ങനെ ഏറ്റുപറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രസംഗിക്കുന്നത് തന്നെ കൂടെ നിന്നുള്ള ഒരാള് അത് തന്നെ ഏറ്റുപറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ആശാനുപദേശിക്ക് മുന്നേ വേറൊരു കർത്താവദാസൻ 1/2 മണിക്കൂർ സംസാരിക്കും. അദ്ദേഹത്തിന് ഏറ്റുപറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് പോയി, ഏറ്റുപറയുന്ന വ്യക്തി. അപ്പൊ എന്നോട് പറഞ്ഞു, സോം ബ്രദർ എന്റെ കൂടെ നിന്ന് ഏറ്റുപറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് നിന്ന് പറയും, കുറച്ചൊക്കെ ആയി. അത് കഴിഞ്ഞപ്പം ഈ ആശാനുപദേശിക്ക് പുള്ളി 1/2 മണിക്കൂർ പ്രസംഗിക്കത്തുള്ളൂ, കൂടുതലും പ്രസംഗിക്കത്തില്ല. ഈ 1/2 മണിക്കൂർ പുള്ളി പ്രസംഗിക്കുമ്പോഴത്തേക്ക് പുള്ളി കേറ്റു പറഞ്ഞ ഈ കൊല്ലൻ തോമസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ അനിയൻ ഒരാളാണ്, കുഞ്ഞുമോൻ എന്ന് പറഞ്ഞു. പുള്ളി ഏറ്റു പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. എന്നോട് ചോദിച്ചു, നിനക്ക് ഏറ്റു പറയാമെന്ന് ചോദിച്ചു. പുള്ളിയുടെ പ്രസംഗം ഏറ്റു പറയാൻ ശകലം ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളി ഒരു 5-10 മിനിറ്റ് അങ്ങ് ഒരുപോലെ അങ്ങ് പറയും. എന്നിട്ട് അത് മുഴുവൻ നമ്മൾ പറയേണ്ട വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളി കേരളത്തിൽ നിന്ന് ഇറങ്ങി ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടാ ഇതെല്ലാം പറയാൻ, തമാശയും പറയും. വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ നിന്നു. പുള്ളി ഈ തമാശ പറയുമ്പോൾ ഓഡിയൻസ് എന്ത് ചെയ്യും? ചിരിക്കും. ഈ പറഞ്ഞ എന്താണ് എനിക്കറിയാം, ഞാൻ അങ്ങ് മറന്നു. പുള്ളി കർണക്കുറ്റി നോക്കി അടിക്കുമായിരുന്നു പ്ലാറ്റ്ഫോമില്. ഞാൻ തിരിച്ച് തീരുമാനിക്കും. അടിച്ചു കഴിയുമ്പോൾ ആൾക്കാരെ ശാന്തമാവും. അയ്യോ പുള്ളി അടിച്ചെന്നുള്ളതാ. ഇതേ ഒന്ന് തീ പോലെ നിൽക്കുക ഈ ദേവദാസൻ. കാരണം ഭയങ്കര ഈലിങ്ങും ഭൂതശാന്തിയും നടക്കുമല്ലേ. ഞാൻ തീരുമാനിക്കും, നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഇനി നിൽക്കുന്ന പരിപാടിയില്ല, ഞാൻ തിരിച്ചു പോകും. നേരം വെളുത്ത് കഴിയുമ്പോൾ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. രാത്രിയിൽ 141 സങ്കീർത്തനത്തിന് 5-ാം വാക്യം വായിക്കുന്നത് പോലെ, നീതിമാൻ അടിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ, അതെന്റെ തല വിലക്കാതിരിക്കട്ടെ. പക്ഷെ അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ 1 വർഷം ഞാൻ പുള്ളിയോട് നിന്നു. ഈ സമയം ദൈവം എന്നെ വളരെ ഉയർത്തി. പുള്ളിയിൽ കൂടി
പുള്ളി പിന്നെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ എനിക്ക് സമയം തരുമായിരുന്നു. പിന്നെ കുറച്ച് ആദ്യം സംസാരിപ്പാൻ സമയം തരും. രാവിലെ ഉപവാസ പ്രാർത്ഥനയിലെ പുള്ളി എനിക്ക് വചനം സൃഷ്ടിക്കാൻ സമയം തരും. എന്നെ പുള്ളി വളർത്തി. ആ അടിച്ചതൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പൊ ആയിരങ്ങളുടെ മുമ്പേ നിൽക്കാൻ എനിക്ക് ഭയമൊന്നുമില്ല. പുള്ളി പ്ലാറ്റ്ഫോമിൽ വെള്ളം കൊണ്ടുവരത്തില്ല, ആർക്കൂടെ വെള്ളമില്ല, പുള്ളി വെള്ളം കുടിക്കത്തില്ല. അപ്പൊ ആ രീതിയിലും എനിക്ക് ശീലിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ പുള്ളി 1976 പുള്ളി ഡൽഹിയിലെ നമ്മുടെ പോൾ പിള്ളയുടെ അവിടെ കൺവെൻഷന് വേണ്ടി പോയി. പുള്ളിയും 2-3 പേരോട് പോയി. എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഒരു സഭയുണ്ട് കൊട്ടാരക്കര. പുള്ളി കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ പുള്ളി താമസിക്കുന്ന അവിടെ ഒരു സഭയുണ്ട്. ആ സഭ നോക്കണം. പുള്ളിക്ക് 4 മക്കളുണ്ടായിരുന്നു, അവരെ നോക്കണം. നീ എവിടെ താമസിക്കണം, ഞങ്ങൾ വരുന്ന പേര് സഭ നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സഭയെ ഏൽപ്പിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. 2 മാസം കഴിഞ്ഞ് പുള്ളി വന്നു. സന്തോഷമായിരുന്നു. പക്ഷെ എന്നോട് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു പുള്ളി അവിടെ നിന്ന് മാറാനായിട്ട്. അങ്ങനെ പുള്ളി കൺവെൻഷൻ കഴിഞ്ഞ് വന്നു ഡൽഹിയിൽ നിന്ന്. അന്ന് തന്നെ ഞാൻ തിരിച്ചു എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ തന്നെ പുള്ളിയുടെ കൂടെ ഡൽഹിയിൽ പോയ ദാനിയേൽ മാത്യു എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഈ ആദ്യം പ്രസംഗിക്കുന്നത്. പുള്ളി പ്രവാചകനും രോഗശാന്തി ശുശ്രൂഷയും ഉപദേശാന്തി ശുശ്രൂഷയുള്ള ഒരു അറേഞ്ചുകാരനായ ഒരു സഹോദരനായിരുന്നു ദാനിയേൽ മാത്യു എന്ന് പറഞ്ഞു. ഇപ്പൊ കർത്താവിൽ നിദ്ര പ്രാപിച്ച് താൻ നിത്യയിൽ വിശ്രമിക്കുന്നു. താന് മാറി താൻ കുടുംബമുള്ളവന് മാറിയിട്ട് താന് ഈ കാത്തിരിപ്പ് യോഗവും ഉപവാസമൊക്കെ നടത്താൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ബ്രദർ വരുന്നെങ്കിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് നടന്ന് രോഗശാന്തി, ഭൂതശാന്തി, ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം ഇതെല്ലാം പുള്ളിയോട് നടന്ന് 1 വർഷം പഠിക്കാൻ തുടങ്ങി. 1 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് ശുശ്രൂഷയുടെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു, പഠിപ്പിച്ചു. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ അപ്പൊ 77 അവസാനിച്ചു. പുള്ളി എന്ത് ചെയ്തു, ചർച്ചകോടിലേക്ക് പുള്ളി സഭാചാരം ഞങ്ങൾ പോയി. ഈ ദാനിയേൽ മാത്യു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായി. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തന്നെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അറിയത്തില്ല. ഇതുവരെ ഞാൻ നിന്നത് കർത്താവദാസൻ ആശാനൂടെ ദാനിയേൽ മാത്യു ഉപദേശത്തോടു കൂടെയാണ് നിന്നത്. അപ്പം ദൈവാത്മാവ് എന്നെ അറിയിച്ചത് എന്റെ സന്നിധിയിൽ തഴക്കവും പഴക്കവുമുള്ള ശുശ്രൂഷകന്മാരുടെ നടത്തി എന്റെ വേല ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന. അത് ഏകദേശമായി. ഞാൻ ചിന്തിച്ചു, ഉപവസിക്കുക. സ്വന്തം ഭവനത്തിലെ ജനുവരി തൊട്ട് ഫെബ്രുവരി വരെ 40 ദിവസം ഉപവാസമായിരുന്നു. ഒറ്റയ്ക്ക് ഉപവാസം ഇരുന്നു. പൈസയൊന്നുമില്ല, 60 പൈസ ഉണ്ടായിരുന്നു. രാവിലെ കുളിച്ചിട്ട് വന്ന് ഈ 60 പൈസ എടുത്ത് ജ്യേഷ്ഠൻ കൊടുത്തവർ പറഞ്ഞ് 40 ദിവസം ഉപവാസമാണെന്ന് പറഞ്ഞു. പുള്ളി അത്ഭുതപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് മറ്റ് സഭയായിട്ടൊന്നും വലിയ, ഞാനിങ്ങനെ ഓടി നടക്കുക, ജ്യേഷ്ഠൻ ഇങ്ങനെ ഓടി നടക്കണേ, മറ്റ് സഭയായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. വല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു ആ സമയത്ത്. എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കും അറിയത്തില്ല. വേണ്ടാന്നും പറയുന്നില്ല, വേണമെന്നും പറയുന്നില്ല. ഏലം കൊള്ളി ഞാൻ ഒറ്റയ്ക്ക് 17 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. 17ാമത്തെ അപ്പം ഞാൻ ഇരുന്നതിന്റെ 2ാമത്തെ ദിവസം ആദ്യം എന്നോട് പ്രവചിച്ച ആ CP ജോസഫ് എന്ന് പറഞ്ഞ പാസ്റ്റർ എന്റെ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ പിന്നെയും വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ വടക്കേ ഇന്ത്യയുടെ വടക്കേ അറ്റത്തേക്ക് അയക്കാൻ പോവുകയാണ്. ഈ വർഷത്തിന്റെ മധ്യത്തിൽ നീ വടക്കേ ഇന്ത്യയിലായിരിക്കുന്നു. അതിനെല്ലാം ഒരു അടയാളമായിട്ട് നിന്റെ ഉപവാസത്തിന്റെ 21ാമത്തെ ദിവസം അത്ഭുതകരമായ ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷ നിന്നിൽ കൂടി നടക്കുമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അപ്പൊ ഈ വടക്കേന്ത്യ എവിടാന്നൊന്നും എനിക്ക് അറിയത്തില്ല, വടക്കേന്ത്യയിലെ ഭാഷ എന്തോന്നും അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 6ാം ക്ലാസ്സിൽ തോറ്റതാ. എനിക്ക് ഇന്ത്യയുടെ ABCD ആയി പോലും അറിയത്തില്ല. കേരളം വിട്ട് അങ്ങോട്ടും പോയിട്ടില്ല, ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ 17 ദിവസം ഒറ്റയ്ക്കിരുന്ന് രായും പകലും ഇരുന്ന് പ്രാർത്ഥിക്കും. ആരുമില്ല കൂടി. ചിലപ്പം എൻ്റെ അമ്മ വന്നിരിക്കും, അമ്മ രക്ഷയിലേക്ക് വന്നു. ചില സമയത്ത് ജ്യേഷ്ഠൻ വന്നിരിക്കും, വീട്ടിലുണ്ടെങ്കിൽ ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കും. അല്ലാതെ ആരും ഇരിക്കത്തില്ല.
ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു. 17ാം ദിവസം ഒരു ഗ്രൂപ്പുകാര്, ഞാൻ അത് മീന്തലക്കരുള്ളതാണ്, അവരുടെ ഒരു പെണ്ണിന് പനി. അപ്പൊ അവര് മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, ഒരു സ്വതന്ത്ര ബന്ധക്കോസുകാരൻ. അപ്പൊ ഇങ്ങനെ എന്നെ അവർക്കറിയാം, ഞാനിങ്ങനെ ഉപവാസമാണെന്നും അറിയാം. അവര് പല ദേവദാസന്മാരെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. പെണ്ണ് സംസാരിക്കത്തില്ല, ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, വെള്ളം കുടിക്കും, ആഹാരം കഴിക്കത്തില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതിങ്ങനെ നീര് വെച്ചിരിക്കുക. ഒത്തിരി പേര് ഒരു കാർ പിടിച്ച് ഈ പെൺകുട്ടിയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ വന്നു. 17ാമത്തെ ദിവസം രാത്രി വൈകിട്ടാ വരുന്നത്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം അങ്ങ് മാറി. കാരണം ഇവർ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവർക്കറിയാവുന്ന ഒരുപാട് ദേവദാസന്മാരുണ്ടായിരുന്നു, വിശ്വാസനുണ്ടായിരുന്നു. ഇവരെല്ലാരും കോണ്ടാക്ട് ചെയ്തു. വീട്ടിലെ പ്രാർത്ഥന അങ്ങ് വളരെ വിപുലമായ രീതിയിൽ പ്രാർത്ഥന നടക്കാൻ തുടങ്ങി. ഇപ്പൊ ആൾക്കാർ ഫെയ്ത്തോമിലേക്ക് പോകുന്ന പോലെ ആൾക്കാർ വരുന്നവര് പഞ്ചസാര കൊണ്ടുവരും, കാപ്പിപ്പൊടി കൊണ്ടുവരും, അരി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ വീട്ടിലൊക്കെ താമസം. കാരണം ഈ പെൺകുട്ടി സൗഖ്യമായിട്ടുമില്ല. 19ാമത്തെ ദിവസം അപ്പൊ ഇവര് പല ദേവദാസന്മാരെ വിളിച്ചോണ്ട് വന്നു, വളരെ കൃപാവരമുള്ളവരെ. പക്ഷെ ഒന്നും അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇവര് പ്രാർത്ഥിച്ചിട്ട് വരങ്ങ് പോവും. പക്ഷെ പെണ്ണിനൊന്നും സംഭവിച്ചില്ല. 19ാം ദിവസം രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി ഇവൾ പിശാചാണ്. തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവളുടെ ബന്ധനം അഴിച്ചു. ഇവളെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അവിടെ പിതാവിന് വേണ്ടി ആരോ മന്ത്രവാദം ചെയ്തു. അങ്ങനെ ചില ദുഷ്ടാത്മാവുകളെ പിടിച്ചതാണ്. കുറച്ച് പോയി, കുറച്ച് പോകത്തില്ല. ഇങ്ങനെയായി. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഉപവാസത്തിന് 21ാമത്തെ ദിവസം 4 മണി കഴിഞ്ഞപ്പോൾ 19 ഭൂതം ഈ പെൺകുട്ടിയിൽ നിന്ന് പോവുകയും ബലൂണിന്റെ കാറ്റ് പോയി കഴിഞ്ഞ് എങ്ങനെ ചൊക്കുമോ അതുപോലെ ഇതിന് ശരീരം ചൊക്കി വിയർത്ത് അത്ഭുത രോഗശാന്തി. അപ്പോൾ ദേവദാസൻ എന്നോട് പറയും, 21ാമത്തെ ദിവസം അത്ഭുതകരമായ ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷ നിന്നിൽ കൂടി നടക്കുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു. പിന്നെ 21 ദിവസം വളരെ ഇതായിട്ടിരുന്നു. അപ്പൊ അന്ന് രാത്രിയിൽ വേറൊരു അത്ഭുതം കൂടെ നടന്നു. ഈ 21ാമത്തെ ദിവസം ഈ പെൺകുട്ടി സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ആ രാത്രിയിൽ തന്നെ ഞങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ദുർഗാദേവി എന്റെ അമ്മയുടെ മേൽ വന്നു. ഇത് ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ശല്യം ചെയ്യും, ആൾക്കാർ ഉപദ്രവിക്കും, ആത്മാവിൽ എല്ലാവരും ആരാധിക്കുമ്പോൾ നടക്കുമെന്ന് ഡാൻസ് ചെയ്യും, ആഹാരമൊന്നും കഴിക്കത്തില്ല. പല ദേവദാസന്മാർ വന്നു, അവരോടെല്ലാം പ്രവചിക്കും. പറഞ്ഞു ഉപദേശിക്കാൻ ഇറക്കാൻ കഴിയത്തില്ല, ഉപദേശിക്കാൻ ഇന്ന കുഴപ്പമുണ്ട്. അത് പറയും. നേരത്തെ ഉപദേശിയോട് പറയും, ഉപദേശിയുടെ കുഴപ്പം ഇതാ, വീക്ക്നെസ്, അതുകൊണ്ട് എന്നെ ഇറക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാല് 40 ഈ 21ാമത്തെ ദിവസം തൊട്ട് 40ാമത്തെ ദിവസം വരെ അതിരുന്നു. ഒടുവില് രാത്രിയിലെ എന്റെ കൂടെ കിടത്തിയ ഉറക്കുന്നത്. ഞാൻ ഉറങ്ങി എന്ന് കണ്ടാൽ എഴുന്നേറ്റ് അടുത്ത മുറി പോയി കിടന്ന് ഉറങ്ങുന്നവരെല്ലാം പോയി ഉപദ്രവിക്കുവാൻ. പിന്നെ ഞാൻ പിടിച്ചോണ്ട് വരുവാൻ. അവര് ബഹളം വെക്കുമ്പോഴത്തെ. അങ്ങനെ വലിയ ശല്യമായിരുന്നു. ഒടുവിലെ ഈ 40ാമത്തെ ദിവസം അത് സത്യം ചെയ്തു. എന്നേക്കുമായി അത് വിട്ടുപോവാൻ ഇടയായിട്ട്. പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയുടെ ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ മാറി മാറി വന്ന ദേവതയാ. ഇതിനി അമ്മയുടെ കാലശേഷം അത് എൻ്റെ പെങ്ങാന്മാരിലേക്ക് അത് മാറും. ഇതാണ് ഇങ്ങനെ തലമുറയായിട്ട് മാറി വന്നുകൊണ്ടിരുന്നത്. നശിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും പുണ്യം ഉണ്ടായില്ല. രോഗവും ദുഃഖവും ദാരിദ്ര്യവും അല്ലാതെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് യേശുവിന്റെ നാമത്തിൽ സത്യം ചെയ്തു പോയി. അങ്ങനെ വിടുതല അമ്മ വിടുവിക്കപ്പെട്ടു. ആ ഒരു അനുഭവത്തിൽ ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇനിയും നമുക്ക് വടക്കേണ്ടിയെ കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദാനിയേൽ മാത്യു എന്ന് പറഞ്ഞ വ്യക്തി, ഞാന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഇരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോയി, സഭാചാരത്തിന് പോയി ആ സഹോദരന്റെ വീട്ടിലൊന്ന് പോയി. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ ഒരു ഹാർമോണിയൊക്കെ പഠിപ്പിക്കുകയും വളരെ പ്രവചന ശുശ്രൂഷയ്ക്കുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ആശാൻ എന്നാ വിളിക്കുന്ന ആൾക്കാർ. ശാലം പ്രായമുണ്ട്.
അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് വടക്കേണ്ടിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചെന്നിത്തല, അത് മാവേലിക്കരയിലുള്ള BJ ജേക്കബ് സാർ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ വടക്കേണ്ടിക്ക് ആൾക്കാരെ അയക്കുന്നുണ്ട്. നാളെ നമുക്ക് അവിടെ പോകാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ സന്ധ്യയായിരുന്നു. ഇടാരം വിളയപ്പള്ളിയുടെ വീട്. ഞങ്ങൾ അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ചെന്നിത്തല BJ ജേക്കബ് സാറിലേക്ക് പോയി. അവിടെ ചെന്ന് എന്നെ പുള്ളി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് വടക്കേണ്ടി പോകാൻ താല്പര്യമുണ്ട്. അപ്പം ഈ BJ ജേക്കബ് സാറ് നമ്മുടെ പഞ്ചാബിലുള്ള പാസ്റ്റർ PG വർഗീസിന് വേണ്ടിയിട്ട് ആൾക്കാരെയൊക്കെ ഇൻഡോർ ചെയ്ത് അയക്കുന്ന വ്യക്തിയാണ്. അത് ആ വിവരം ഈ ആശാൻ എന്ന് പറയുന്ന പുള്ളിക്കരി, അങ്ങനെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എന്റെ സാക്ഷ്യം എല്ലാം ജേക്കബ് സാർ കേട്ടിട്ട് പറഞ്ഞു, ബ്രദറെ, 10ാം ക്ലാസ് പാസ്സായവരെയും 2 വർഷം ഹൈസ്കൂളിൽ പഠിച്ചവരെയുമാണ് ഞങ്ങൾ വടക്കേണ്ടിക്ക് അയക്കുന്നത്. പക്ഷെ ബ്രദറിന് ഇത് ഒന്നുമില്ല, 10ാം ക്ലാസ്സും ഇല്ല, ഹൈസ്കൂളും ഇല്ല. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ബ്രദർ വടക്കേണ്ടിയിൽ പോയാൽ പ്രയോജനപ്പെടും. കേരളത്തിൽ 500 പേരെ നേടുന്നതും വടക്കേണ്ടിയിൽ 5 പേരെ നേടുന്നതും അതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാധാരണ ആൾക്കാർക്ക് 50 രൂപ കൊടുക്കും വണ്ടിക്കൂലി, ബ്രദറിന് ഞാൻ 100 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് പുള്ളി 100 രൂപ എനിക്ക് തരികയും അവിടെ വെച്ച് തന്നെ വേറെയും ചില കുറച്ച് പൈസയും ഒക്കെ എനിക്ക് ലഭിക്കുവാൻ ദൈവത്തിന് ഇടയാക്കി. പുള്ളി എനിക്ക് അഡ്രസ്സ് തന്നു, ബ്രദർ എഴുതുക, PG വർഗീസിന് എഴുതുക, ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത് എന്ന് ചോദിച്ചെഴുതാൻ പറഞ്ഞു. ഞാൻ ബ്രദറിന് വേണ്ടിയിട്ട് ലെറ്റർ PG വർഗീസിന് എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പുള്ളിക്ക് വേണ്ടി എഴുതി. അപ്പൊ ഇത് എവിടെ പഞ്ചാബ് ഇടാന്ന് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല, ഭാഷ അറിയത്തില്ല. ഞാൻ എഴുത്ത് കിട്ടിയതിനെ അദ്ദേഹം റിപ്ലൈ തന്നു, ബ്രദർ പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് 6 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്, ഈ മിഷനറി ട്രെയിനിങ്. അപ്പൊ അത് ആരംഭിക്കാൻ പോവാ. അപ്പൊ അതും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരെയാണ് അവിടെ ട്രെയിനിങ് ചെയ്യുന്നത് 6 മാസം. അത് ഹിന്ദിയും പഠിപ്പിക്കും, മിഷനറി വടക്കേണ്ടിയിൽ എങ്ങനെ വേല ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ് ഈ 6 മാസം കൊണ്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ പോകാനായിട്ട് റിസർവേഷൻ ചെയ്തു. ഈ പഞ്ചാബിൽ എങ്ങനെ ചെല്ലുന്ന ഡൽഹി വരെ അങ്ങനെ ഒരു വിധത്തില് ചെന്നു ചേർന്നു. അപ്പം എന്നെ അന്ന് കേരള എക്സ്പ്രസ് കോട്ടയത്ത് നിന്നാണ് പോകാം, കോട്ടയത്ത് നിന്ന് ന്യൂഡൽഹി വരെ. എന്നെ കൊണ്ട് സൗരന്മാർ കൊണ്ടുവന്ന് അവിടെ ട്രെയിനെ കയറ്റി വിട്ടു. ഒരു സൗരം പറഞ്ഞു, ബ്രദർ പേടിക്കണ്ട, ട്രെയിനിൽ കയറി കഴിയുമ്പോൾ നിങ്ങളെ സഹായിപ്പാൻ ഒരാളെ ഒരുക്കിക്കൊള്ളുന്നു. പുള്ളി ഒരു സുവിശേഷകനാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ട്രെയിനിൽ കയറി, ഞാൻ വീട് വിട്ടെങ്ങും പോയിട്ടില്ല, കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ട്രെയിനിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുള്ള യാത്രയാണ് എൻ്റെ. ഒരു ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുറച്ച് ആഹാര സാധനമെല്ലാം കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് വിശപ്പില്ല. വീട് വിട്ടതും എവിടെ പോകുന്നോ ഭാഷയെക്കുറിച്ചുള്ള ഇങ്ങനെ പല ചിന്തകൾ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ വണ്ടിയിലെല്ലാം മലയാളികളായിരിക്കുന്നത്, പക്ഷെ എനിക്ക് ആരോടും ഒരു ഇതുമില്ല. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തിരുന്ന വ്യക്തിയോട് ചോദിച്ചു, എവിടെ പോകാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ പട്ടാൻകോട്ട് പോകുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കും പട്ടാൻകോട്ടാ പോകേണ്ടി വന്നത്. പുള്ളി ഒരു എയർഫോഴ്സുകാരൻ, പട്ടാൻകോട്ട് എയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ട്, അവിടെ പുള്ളിക്ക് ജോയിൻ ചെയ്യാൻ പുള്ളി ലീവ് കഴിഞ്ഞ് പോവുകയാണ്. പുള്ളിയുടെ പേരൊന്നും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, അന്നേരം ഞാൻ ചോദിച്ചത്, കാരണം അതിനുള്ള അറിവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നോട് പറഞ്ഞു, ഉപദേശി പേടിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. അതിനുശേഷം, കാരണം 4 ദിവസം എടുക്കും അന്ന് ഡൽഹി ചെല്ലാൻ ട്രെയിൻ. പിന്നെ ഞാൻ ആഹാരമൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങി, കുറച്ച് സമാധാനമായി. ഒരാളുണ്ടല്ലോ എന്നെ അവിടെ എത്തിക്കാന്. ആ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഒരാളെ കിട്ടി. അങ്ങനെ ഈ വണ്ടി ന്യൂഡൽഹി ചെന്നു. ഇദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിൽ ചെന്നു. ഞാൻ ചില ആഹാരമൊക്കെ കഴിച്ചു. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ പിടിച്ചിട്ട് എത്രയോ ദൂരം യാത്ര ചെയ്ത്
ഓർഡർലി ചെന്നു. അപ്പൊ ഓർഡർലി നിന്നാണ് പഞ്ചാബിന് ട്രെയിൻ ഉള്ളത്. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ടിക്കറ്റ് പത്താംകോട്ട് വരെ ഉണ്ട്, പക്ഷെ റിസർവേഷൻ വന്നിട്ട് ഡൽഹി വരെ ഉള്ളൂ. അതിനുള്ള ശേഷമുള്ള ഒന്നുമില്ല, ടിക്കറ്റേ ഉള്ളൂ. എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ വ്യക്തി പറയാം, അല്ല അവിടെ ഇങ്ങനെ നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർഡർലി ചെന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ വണ്ടി വരുന്ന ബ്രദർ ഇവിടെ വിരിക്കെ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെന്ന് കണ്ടേച്ച് വരട്ടെന്നും പറഞ്ഞ് അതേ എന്നെ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ആ പെട്ടിയും എൻ്റെ എനിക്ക് തന്നേച്ച് പുള്ളി പോയി. അതൊരു സമാധാനമായി. പെട്ടി ഉണ്ടല്ലോ പുള്ളിയുടെ. വൈകിട്ട് 9 മണിക്കാ ട്രെയിന്. 9 മണി ആയപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു. പുള്ളി ഇതുവരെയും കാണുന്നില്ല. എനിക്ക് വലിയ ഭയമായി. ഇതിനോട് എനിക്ക് അങ്ങ് വിശക്കുവാനും തുടങ്ങി. ഓരോ ട്രോളിക്കാരൻ വലിയ പഴമൊക്കെ ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നു. ഞാനൊരു 10 രൂപയുടെ നോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, കൈ കൊണ്ട് കാണിച്ചു. കേല എന്ന് പറയാൻ നമുക്കറിയത്തില്ലല്ലോ. കൈ കൊണ്ട് കാണിച്ചു. അയാൾ കൈ കൊണ്ട് കാണിച്ചു. എത്രയാണെന്ന് ചോദിച്ചു. എനിക്ക് പറയും ഞാനും കഴിക്കാണ്ട്. അയാൾ മടുത്തിട്ട് പൈസ തിരിച്ചെന്ന് വെച്ചാൽ അയാളാണ്. എനിക്ക് മനസ്സിലായി, കർത്താവേ, കാശുണ്ടെങ്കിലും പട്ടിണി അടിച്ച് ചാടേണ്ടി വരും. ആ അനുഭവം പോയി. ഇദ്ദേഹം രാത്രി വണ്ടി വിടാൻ നേരത്തോടെ ഇദ്ദേഹം ഓടി വന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇദ്ദേഹം മിലിറ്ററിക്കാരനായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം മിലിറ്ററി കമ്പാർട്ട്മെന്റിൽ കയറി ഭയങ്കര ആള്. പെട്ടെന്ന് വണ്ടി വിടാൻ നേരത്ത് പോലീസുകാർ വന്നു, മിലിറ്ററി പോലീസ്. അവരെ എന്നെ പിടിച്ചു ID കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറയും ഇന്ന ആളെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പറയാം ID തരാൻ പറയുന്നു. ഈ വ്യക്തി ആരായോ പറയാം, എന്റെ ബ്രദറാ. ID കാണിക്കാൻ, നിങ്ങളുടെ ID കാണിക്കാൻ പറയാം. പെട്ടിക്കകത്ത ഇത്തരം ആൾക്കാരെ എടുക്കാൻ പറ്റും. പിന്നെ ID നമ്പർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ രക്ഷപ്പെട്ടു. ആ രാത്രി മുഴുവൻ അവിടെ നിൽക്കേണ്ടി വന്നു. നിന്ന് നേരം വെളുത്ത് പട്ടാൻകോട്ട് എത്തി. അങ്ങനെ പട്ടാൻകോട്ട് പോയി താമസമായി. അവിടെ ചെന്ന് അപ്പൊ ക്ലാസ് ആരംഭിച്ചില്ല. അവിടെ ഞാൻ ഒരു 10-15 ദിവസം അവിടെ നിന്ന് ഞാൻ പതുക്കെ പി ജി വരീസന്റെ മോൻ, ചെറിയ പയ്യനാ, അവന്റെ കൊണ്ട് ഞാൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് മുഴുവൻ അറിയത്തില്ല. 1, 2, 5 വരെ എണ്ണാൻ അറിയാം, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഈ കുഞ്ഞിൻ്റെക്ക് ചെന്നിട്ട് ഞാൻ മോനെ ഇതെങ്ങനാ നമ്പർ ഇവനെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ക്ലാസ് ആരംഭിച്ചു. ഈ ക്ലാസ് വന്നപ്പോ ഹിന്ദിയിലായിരുന്നു. എന്റെ കണ്ണിൽ കൂടെയും ചെവി കൂടെ എല്ലാം രക്തം ചാടാൻ തോന്നി. ആ ഒരു അവസ്ഥ, കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. ഒടുവിലെ ഒരു പട്യാല എന്നുള്ള ഒരു പഞ്ചാബി വന്ന് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തിട്ട് ഏതാണ്ടൊക്കെ എഴുതി വെച്ചു നോട്ട്സ്. പുള്ളി എല്ലാവരുടെയും നോട്ട്സ് ചെക്ക് ചെയ്തിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ബ്രദറിന്റെ നോട്ട്സ് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ ഭാഷ എനിക്കും വായിക്കാൻ അറിയത്തില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ബ്രദർ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തി ആയിത്തീരും. അങ്ങനെ അനുഗ്രഹിച്ചു. നോട്ട് തിരിച്ചു തന്നു. എല്ലാം കൊള്ളാം. 6 മാസം. അപ്പൊ അവിടെ ചെന്നതിന്റെ 14ാമത്തെ ദിവസം, ക്ലാസ് ഒന്നുമില്ല, ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ വെടി പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ നിന്നെ പർവ്വതങ്ങളിലേക്ക് അയക്കാൻ പോകുന്നു. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടു. ഞാൻ നോക്കിയപ്പോൾ, ഞാൻ ഒറ്റയ്ക്കുള്ള റൂമില് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് 3 മണി സമയമായി. പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്തു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു തുറന്നപ്പോ ഹബക്കൂക്ക് 2-ാം അധ്യായം, ദർശനത്തിനൊക്കെ ഞാനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സംഭവിക്കാൻ താമസിക്കില്ല, അതിനെ കാത്തിരിക്കാം. ഈ വാക്യം എനിക്കറിയത്തൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടു, വായിച്ചു. 6 മാസം കംപ്ലീറ്റ് ആയി. 6 മാസം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ഡിസംബറിലെ ഹിമാചൽ പ്രദേശത്ത് അന്ന് IITക്ക്, ഇന്ത്യ യുവാചലിക്ക് ടീമിന് PG വറി സാറിനൊക്കെ ഒരു വേലയുണ്ട്, ബെക്രോ എന്ന് പറയും. അതൊരു 6000 അടി ഉയരമുള്ള ഒരു പർവ്വതം. അതിന്റെ മേളിൽ ഒരു ഭാഗത്ത് ഒരു പട്ടണമാണ്. അപ്പൊ അവിടെ മിലിറ്ററി ഉണ്ട്, ലോക്കൽ ആൾക്കാരും ഉണ്ട്. എന്നോട് പറഞ്ഞു, ബ്രദർ അവിടെ പോകണം, അവിടെ ഒരു ഒഡിയ സോവറിനുണ്ട്, അവന് ഹെൽപ്പായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ അതേ വർഷം 78 ഡിസംബർ, 78 മെയ് മാസത്തിലാണ് ഞാൻ പട്ടാൻകോട്ടിയില്ലത്. 78 ജനുവരി ഫെബ്രുവരി ആയിരുന്നു എൻ്റെ 40 സുവാസ നടക്കുന്നത്.
അപ്പൊ ദേവദാസൻ പറഞ്ഞ 78ന്റെ മധ്യത്തിൽ നീ വടക്കൻ്റെയിലായിരിക്കുമെന്ന്, അതും വടക്കൻ്റെ വടക്കേറ്റത്തേക്ക് അയക്കുമെന്നാണ് പറഞ്ഞു. അങ്ങനെയാണ് പഞ്ചാബിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ദൈവശബ്ദം പർവ്വതങ്ങളിലേക്ക് അയക്കാൻ പോകുന്നത്. അങ്ങനെ ഹിമാചലിലെ ബെക്ലോ എന്ന് പറയുന്ന ചമ്പ ഡിസ്ട്രിക്റ്റിലെ അവിടെ ചെന്നു. ഭയങ്കരം പർവ്വതം, അവിടെ ചെല്ലണമെങ്കിൽ വലിയ പാടാ. അവിടെ ഒരു ഡിസംബർ 24 വൈകിട്ട് അവിടെ ചെന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ പക്ഷെ ഗുജറാത്തിലായിട്ട് കുറച്ചൊക്കെ തണുപ്പിന്റെ കാര്യം അറിയാമല്ലോ. ഇത് ഐസ് വീഴുന്ന സമയം. അവിടെ അയാൾ താമസിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ തിരിച്ചു പോയിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കല്യാണം നടന്നു. കല്യാണം നടന്ന റാന്നിയിലുള്ള കുടമൃത്തി എന്ന് പറയും എലിമുൾ മാവുങ്കല കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് ദൈവം എനിക്ക് തന്നത്. അതൊക്കെ വലിയ ചരിത്രമാണ്. ദൈവത്തിന്റെ ഹിതത്താൽ വിവാഹം നടന്നു. കാരണം ഞാൻ ബൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടാങ്കോട്ട് 1 മാസത്തേക്ക് എന്നെ കാശ്മീർ കട്ര വിട്ടു. ഈ വൈഷ്ണോ ദേവിയുടെ അടുത്താണ് ഈ കട്ര. ഈ കട്രയുടെ അവിടെ PG വറീസിന്റെ ആദ്യത്തെ ചർച്ചാണ് അവിടെ. അപ്പൊ ചർച്ച് പണിയൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പൊ ചർച്ച് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, MB വറീസ് എന്നും പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഇപ്പൊ നാഗപ്പൂരുണ്ട്. അദ്ദേഹത്തിന് ഹെൽപ്പിന് വേണ്ടി 1 മാസത്തേക്ക് എന്നെ അവിടെ വിട്ടു. അങ്ങനെ ആ ചർച്ച് പണി സമയത്ത് ഞാൻ ഒരു രാത്രിയില് ഒരു ദർശനം കാണുന്നുണ്ട്, എൻ്റെ വിവാഹം നടക്കുന്നു. അപ്പൊ എൻ്റെ വിവാഹം നടക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം എൻ്റെ ജ്യേഷ്ഠൻ നിൽക്കുന്നു, ജ്യേഷ്ഠന്റെ മൂത്ത സഹോദരി നിൽക്കുന്നു. അവര് 2 പേരുണ്ട്. അതിനുശേഷമേ എൻ്റെ കല്യാണം എടുത്തോളൂ. കാരണം പിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമല്ലേ, എൻ്റെ പൈസ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ കല്യാണം നടക്കും? അതുകൊണ്ട് കല്യാണം നടത്താനുള്ള ആഗ്രഹമൊന്നുമില്ല ജീവിതത്തിൽ. പക്ഷെ ഞാൻ 1 മാസം കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ നടന്നിട്ടില്ല. വരുമ്പോൾ ഒരു എഴുത്ത് കിട്ടി. ഒരു സൗകര്യം, എന്നെ അറിയാവുന്ന ഒരു സൗകര്യം ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒരു സൗകര്യം വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു കല്യാണാലോചനയായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്നതോ എനിക്ക് ഒരു താല്പര്യം പോലെ തോന്നി. ഞാൻ എല്ലാ സ്റ്റുഡൻസും കുറേ കഴിഞ്ഞാൽ അതിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ കാശ്മീരിൽ വെച്ച് കണ്ട അതേ ദർശനം എൻ്റെ മുൻപിൽ വന്നു. പെൺകുട്ടിയാണെന്ന് അറിയത്, കഴുത്തിന് മേപ്പോട്ടില്ല, ആരുടെ കഴുത്തിന് കീപ്പോട്ടേ ഉള്ളല്ലേ. അതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ അറിയാതെ ഞാൻ കൈയടിച്ചു. അത് സൗണ്ട് വലുതായിപ്പോയി. കൂടെ കിടന്ന് ഉറങ്ങിയവരെല്ലാം ചാടി അങ്ങ് എഴുന്നേറ്റ്. നീ എന്തോ ചോദിച്ചു. ഞാൻ പറയാതെ ഞാൻ പ്രാർത്ഥിച്ച. പിന്നെ അവരുടെ സ്വരം അങ്ങ് മാറി. ഞാൻ പറഞ്ഞ സോറി എന്നെല്ലാം പറഞ്ഞ് പിന്നെ ആ എഴുത്തെല്ലാം ജ്യേഷ്ഠനെ അയച്ചു കൊടുത്ത് അങ്ങനെ കല്യാണം ആലോചിച്ച് അങ്ങനെ കല്യാണം പെട്ടെന്ന് നടന്നു. എൻ്റെ ഭാര്യയുടെ പേര് ലില്ലിക്കുട്ടി എന്നായിരുന്നു അന്ന്. അവളുടെ 5 മക്കളാണ്. മൂത്ത 3 ആങ്ങളമാരുണ്ട്. അതിനുശേഷം ഒരു ചേട്ടത്തിയുണ്ട്. ഇദ്ദേഹം ഏറ്റവും ഇളയതായി. ഇദ്ദേഹം മർത്തോമലയൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പം കല്യാണം നടത്താൻ പുള്ളിക്കാരത്തിയുടെയും ചേട്ടത്തിയും മൂത്ത ആങ്ങളെയും നിൽക്കുക. ഞങ്ങളുടെ വീട്ടിലും മൂത്ത 2 പേര് നിൽക്കുക. ഏലം കൊള്ളാൻ ദൈവഹിതമായിരുന്നു. പെട്ടെന്ന് കല്യാണം നടന്നു. അങ്ങനെ ഞങ്ങൾ 1979 ജൂൺ 7-ാം തീയതി ദൈവഹിത പ്രകാരമാണ് കല്യാണം നടന്നു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പഞ്ചാബിൽ വന്നിട്ട് പിന്നെ ഞാൻ ബെക്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിമാചൽ പ്രദേശിൽ പോയി. അവിടുത്തെ കഷ്ടങ്ങളൊന്നും വിവരിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടങ്ങളായിരുന്നു. കാരണം ഒരു മലയാളികളുമില്ല. അവിടുത്തെ ചില ലോക്കൽ ആൾക്കാർ വിശ്വാസമുണ്ട്. 300 രൂപയാണ് അന്നത്തെ ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള സപ്പോർട്ട്. അത് ദശാംശം കട്ട് ചെയ്യും, മെമ്പർഷിപ്പ് കട്ട് ചെയ്യും, പിന്നെ നമ്മൾ ഗോസ്പൽ പാക്കറ്റ് അവിടെ എടുത്തുകൊണ്ട് പോയാൽ അതിന്റെ കുറച്ച് പൈസ കട്ട് ചെയ്യും. എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ 200 രൂപ 225 രൂപ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കുടുംബം വേണം കഴിയാൻ. വളരെ ബുദ്ധിമുട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഇതിനോട് ഇപ്പോൾ 80-ലായപ്പോൾ ഞങ്ങൾക്ക് ഒരു മകളെ ദൈവം തന്നു. മെയ്, അതായത് 1980 മെയ് മാസം 31-ാം തീയതി അവൾ ജനിച്ചു. ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് അവിടെ ഐസ് വീഴും. അത് ഏപ്രിൽ വരെ ഐസ് ഉണ്ടായിരിക്കും. അപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസം അതികഠിനമായ തണുപ്പായിരിക്കും.
സ്കൂളുകൾക്കെല്ലാം എന്നാൽ ആ സമയത്ത് അവധിയായിരിക്കും. പിന്നെ കഴിവതും ആൾക്കാർ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. വല്ല ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും ഉള്ളൂ. കൂലിപ്പണികളൊന്നുമില്ല. കാരണം എല്ലാം ഐസ് വീണ് കിടക്കുന്നതുകൊണ്ട് ഒരു പണി അവിടെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം മലമ്പ്രദേശമാണ്. ഭയങ്കര കൊടും തണുപ്പ്. ഞങ്ങള് ഡിസംബർ ആയി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ആഹാരമൊന്നുമില്ല. വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനാണെങ്കിൽ നമുക്ക് 6 മാസമായി, പാലൊന്നുമില്ലാത്ത, അമ്മയിൽ നിന്നും വലുതായിട്ട് പാലില്ല, കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല. അവിടെ ഞങ്ങൾ ഈ കടിഞ്ചായ അനത്തിയിട്ട് അതിൻ്റെ അകത്ത് ഈ ഉണക്ക ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മുക്കി അത് മോടെ വായി വെച്ച് കൊടുക്കും ഈ 6 മാസത്തെ കുഞ്ഞിന്. എന്നിട്ട് അതും ഒടുവിൽ ചപ്പാത്തി ഉണ്ടാക്കാനും ആട്ടയില്ല, കുറച്ച് അരിയുണ്ട്. അരി കിട്ടി ഞങ്ങളെ കഞ്ഞി വെച്ചപ്പോ അവിടെ ആരും ആ സമയത്ത് ആരും ചോറ് കഴിക്കത്തില്ല. കാരണം ഈ ചോറിന് തണുപ്പിനെ എതിർക്കാനുള്ള ശക്തിയില്ല. ആ സമയത്തെല്ലാം ആൾക്കാർ അവിടെ ചോളപ്പൊടി കൊണ്ട് മക്കാട റൊട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് റൊട്ടി ഇതൊക്കെ കഴിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഒന്നുമില്ലാതായി. കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു, പച്ചരി ഉപയോഗിക്കുന്ന. അപ്പൊ പച്ചരി ഉണ്ടായിരുന്നു, അതിട്ട് കഞ്ഞി വെച്ചിട്ട് ഈ കേരള സ്പെഷ്യൽ എന്ന് ഞങ്ങൾ സാറിന് പറയുന്ന പോലെ മുളക് ചമ്മന്തി അതോടച്ച് ഇങ്ങനെ കഞ്ഞി കൊടുക്കും. ഭയങ്കര വെളിയിലെല്ലാം ഐസ് വീണോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു 2 മണി സമയമായി. ആരോ വെളിയിൽ സംസാരിക്കുന്ന കേട്ടു, വിളിക്കുക ഞങ്ങള്. പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് കുഞ്ഞിനെ എളി വെച്ചോണ്ട് അവിടെ ചെന്നപ്പോ ഒരു മനുഷ്യൻ, ഒരു ചാക്ക് ഇട്ടായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്ന, അവർക്ക് ഭയമായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഒരു ഭ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ ചാക്ക് ഇട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്നോട് ഈ ടൂട്ടാ എന്ന് പറയുന്ന നല്ല മലയാളം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വെളിനാട്ടിലുള്ള കുഞ്ഞുങ്ങൾ മലയാളം പറയുന്ന പോലെ പുള്ളി മലയാളത്തിൽ ചോദിച്ച് ഉണക്കമീൻ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉണക്കമീൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വായിലും വെള്ളം വന്നു. കാരണം നമ്മൾ ഉണക്കമീൻ വളരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ തെലുങ്ക് ഉണക്കമീൻ കിട്ടത്തില്ല, പച്ചമീനും കിട്ടത്തില്ല. ഞങ്ങളുടെ അവിടെ ആട്ടിറച്ചി അല്ലാതെ കോഴിയിറച്ചി പോലും അവിടെ കിട്ടത്തില്ല, മീനുമില്ല. അദ്ദേഹം ചോദിച്ചു ഉണക്ക. അപ്പം നമ്മുടെ പൈസ ഇല്ല. അദ്ദേഹം ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പുള്ളിക്കാരി തന്നെ വെച്ചിട്ട്, സാറേ 7 രൂപയേ ഉള്ളൂ, 1/2 കിലോ ഉണ്ട്, മേടിച്ചോളാൻ പറഞ്ഞു. മീന് താല്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ 7 രൂപ പോയിട്ട് 7 പൈസ ഇല്ല നമ്മുടെ. നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇല്ലെന്നുള്ളത്. നമ്മുടെ ഈഗോ നമുക്ക് അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ തണുപ്പ് കാലമാണ്. ഈ തണുപ്പ് കാലത്ത് ആരും ചോറ് കഴിക്കാറില്ല. അകത്ത് പച്ചരിക്കഞ്ഞ് കുടിച്ചോണ്ടിരിക്കുമ്പോഴാ നമ്മൾ പറയാ എന്നോ ചോറ് കഴിക്കാറില്ല. ചപ്പാത്തിയുടെ കൂടെ ഉണക്കമീൻ ചേർത്തില്ല. അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ മലയാളികളാ, നിങ്ങൾ ഒരു നേരം ചോറുണ്ണുന്നവരാ. വളരെ സത്യമാണ്. ഞാൻ പറയും വേണ്ട വേണ്ട ഞാൻ പറഞ്ഞ പുള്ളി അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് പുള്ളി ചോദിച്ചു, ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ പല മീൻകാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി ഒട്ട് കാണത്തുമില്ല. പറഞ്ഞിട്ട് അദ്ദേഹം 2 പാക്കറ്റ് മീൻ എടുത്ത് എൻ്റെ ഭാര്യയുടെ നേരെ വെച്ച് നീട്ടിട്ട് ജബർദസ്തിയായിട്ട് പുള്ളിക്കാരിയെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇത് 80-ലെ ചരിത്രം. പാടുപടാതിരിക്കാൻ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി അതേ പുതിയ 2 10 രൂപ നോട്ട്, 2 10 രൂപ നോട്ട്, അതായത് 20 രൂപ അതെടുത്തിട്ട്, അപ്പം പുള്ളിക്കാരത്തിലെ എളിയിൽ മോളിരിക്കുക, മോടെ കയ്യിലോട്ട് കൊടുത്തു. അവള് നീട്ടി ഉടനെ അങ്ങ് മേടിച്ചു. ഞാന് ചോദിച്ചു, നിങ്ങൾ എന്തോ കാണിക്കുന്ന? ഓ സാരമില്ല സാറേ, ഞാൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞിട്ട് പുതിയ ആ ചാക്കിട്ടെടുത്ത് തല വെട്ടിച്ചിട്ട് മിന്നൽ വേഗത്തിൽ പുള്ളി അങ്ങ് പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നേർവീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ഒരു സ്വപ്നം കാണുന്ന പോലെ കാണും, മനസ്സിലാക്കുന്നു. ഇത് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ ആരാണ്. കാരണം ഈ കൊടും തണുപ്പത്ത് താൻ സ്വെറ്റർ ഇട്ടിട്ടില്ല, കോട്ടില്ല, വെറും ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഇട്ടിരുന്നത്. പിന്നെ ഷൂ ഒന്നും ഇല്ലായിരുന്നു, വേറെ ഹവായി ചപ്പലാണ്, റബ്ബറിന്റെ ഒരു ചപ്പല ഇട്ടിരിക്കുന്നത്. സോ ഈ മനുഷ്യൻ ആരും കോട്ടും സൂട്ടും എല്ലാം ഇട്ടാലും മനുഷ്യൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല, അത്രയ്ക്ക് കോട്ടും തണുപ്പാ, ഐസ് വീണോണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഞാനിപ്പോ ആ ബക്കളോ ബെച്ചാറിന്റെ ഒരു സൈഡ് ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാന് പെട്ടെന്ന് ഒരു കുടയെടുത്ത് ഞാൻ വെളിയിലിറങ്ങി. കാരണം ഈ മഴ പെയ്യുന്ന പോലെ, ഈ പഞ്ഞി പോലെ, തേങ്ങാപ്പീര പോലെ ഈ ഐസ് വീണോണ്ടിരിക്കുക. ഞാന് രാത്രി സൂര്യപ്രകാശം ഒന്നും എത്ര ദിവസമായി കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ആ ബജാറിച്ച്
ബജാർ ഒരു മനുഷ്യൻ പോലും അവിടെ ഒന്നുമില്ല. ഇതൊക്കെ കാണാൻ പോയതാ. ഒരു മനുഷ്യനെ കാണാനില്ല. നോക്കുമ്പോ ഒരു ചായക്കട, ചെറിയൊരു ചായക്കട തുറന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യൻ തീ കാഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, അയാൾ കുറച്ച് തമിഴിലറിയും, കാരണം മിലിറ്ററി ക്യാൻറ്റീനിൽ അയാൾ ജോലി ചെയ്തതാ. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ഒരു കരുവാടുകാരൻ വന്നിരുന്നോ, കണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനാരെയും കണ്ടില്ല. പറഞ്ഞു, അല്ല ഇപ്പൊ ഒരു വീട്ടിൽ മീനക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ. അയാൾ പറഞ്ഞു, തണുപ്പുകൊണ്ട് ഇതിന്റെ തലയ്ക്ക് പൈത്യമായതാ, ഭ്രാന്തായതാ, നീ പോയി എത്രയും വേഗം ആശുപത്രി പോയി കാണിക്കാൻ പറഞ്ഞ ഒരാഴ്ചയായി പഞ്ചാബിൽ നിന്ന് വണ്ടി ഇവിടെ വന്നിട്ട് ഐസ് വീണ് വഴിയെല്ലാം ബ്ലോക്കായി കിടക്കുക, വഴി ഇടിഞ്ഞു പോയി കിടക്കുക. അപ്പൊ പഞ്ചാബിൽ നിന്ന് ഉച്ചയ്ക്കും വൈകിട്ടും 2 ബസ് വരും, ട്രക്ക്. അപ്പൊ പഞ്ചാബിൽ പട്ടാൻകോട്ടിൽ നിന്ന് സാധനം ഇവിടെ വരണം ബെക്ലോയിൽ, എങ്കിൽ മാത്രമേ ബെക്ലോയിൽ ഉള്ളവർക്ക് ആഹാരം കിട്ടത്തുള്ളൂ, എന്തോ ആയിരുന്നാലും. അപ്പൊ ഒരാഴ്ച കൂടുതലായി വഴി ബ്ലോക്കാ. പുള്ളി പറഞ്ഞു, വഴി ബ്ലോക്കായി കിടക്കുക, പിന്നെ എങ്ങനെ ഇവിടെ ഒരു മീൻകാരൻ വരുന്ന, നീ പോയി ആശുപത്രി പോയി കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനോട് സംസാരിക്കാൻ കാര്യമില്ല. ഞാൻ ആ കുടയും പിടിച്ചോണ്ട് ആ വഴി ആ മുഴുവൻ സ്ഥലവും കറങ്ങി. ആ ഐസിന്റെ അകത്തോടെ, ഐസെല്ലാം വീട് നടക്കും, അതിൻ്റെ അകത്തോടെ എല്ലാം കറങ്ങി. ലാസ്റ്റ് എനിക്ക് നിൽക്കാൻ വയ്യാതായി, കാരണം അത്രയ്ക്ക് തണുപ്പാ. കാലെ കൂടെ എല്ലാം കാലങ്ങ മരവിക്കുവാണ്. പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് തിരിച്ചാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു ശബ്ദം കേട്ടു, ഏലിയാവിന്റെ ദൈവം നിന്റെ ദൈവമാണ്. ഏലിയാവിനെ ദൂതനെ കൊണ്ട് പോഷിപ്പിച്ച പോലെ ആ ഉണക്കമീനും ആ 20 രൂപയും ഇന്നത്തെ 20,000 രൂപയേക്കാൾ തുല്യമായിരുന്നു ആ 20 രൂപ. പെട്ടെന്ന് കടയിൽ പോയി, വൈകിട്ട് കട തുറന്ന് പോയി മാവ്, ഗോതമ്പ് മാവും പാലും ഒക്കെ മേടിയായി തീർന്നു. ദൈവം അങ്ങനെ അതിന്റെ പല ഭാഗങ്ങളിൽ ദൈവം ഞങ്ങൾ നടത്തി. അവിടെ 5 വർഷം ഞങ്ങൾ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ചമ്പ ഹെഡ്ക്വാർട്ടറിലേക്ക് പോയി. അത് കൈലാസ പർവ്വതത്തിന് അടുത്ത് വരും. ചമ്പ ഹെഡ്ക്വാർട്ടറിന്റെ അവിടുന്ന് 70 കിലോമീറ്ററോളം മണി മഹേഷ് എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങള് 2 വർഷം ചമ്പയിൽ താമസിച്ചു. ചമ്പയിൽ താമസിച്ചു ഇരിക്കുന്ന സമയത്ത് വളരെ പ്രയാസങ്ങളും രോഗവും ദുഃഖമൊക്കെ ആയിട്ട് ഞങ്ങള് വളരെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് തിരിച്ച് എവിടെങ്കിലും പോകണം എന്നുള്ള. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം ഞങ്ങളെ നേരെ ഇവിടെ ജമ്മുവിലേക്ക് കൊണ്ടുവന്നു. ജമ്മു ഒരു 18 കിലോമീറ്റർ ദൂരെ നഗറോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ IITക്ക് ഒരു ചർച്ചുണ്ട്, മിലിറ്ററി ഏരിയയിലാണ്. അവിടെ കൊണ്ടുവന്നു. അവിടെ മെയ് മാസം 1986 മെയ് മാസം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ മാസം തന്നെ ഒരു മീറ്റിംഗ്, വേലക്കാരുടെ മീറ്റിംഗ് പട്ടാൻകോട്ട് PG സാറിന്റെ അവിടെ നടക്കുക. ഞാൻ അവിടെ ചെന്നു. അപ്പൊ തൃശ്ശൂർന്ന് ജോയി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അവിടെ, പിള്ളേർ പ്രവാചകന്. അപ്പം ഹിന്ദിക്കാർക്ക് വേണ്ടി, അപ്പൊ ദൈവനെ നല്ലപോലെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു. ഇപ്പൊ 6ാം ക്ലാസ്സുകാരനാണ് ആരും പറയത്തില്ല അന്നേരം, കാരണം അത്രയ്ക്ക് നല്ല സുന്ദരമായിട്ട് ശുദ്ധ ഹിന്ദി പറയത്തക്ക രീതി പ്രസംഗിക്കാനെല്ലാം ദൈവം പഠിപ്പിച്ചു. ദൈവത്തിന്റെ കൃപ എന്നേ പറയാനുള്ളൂ. ഈ വ്യക്തി ഇപ്പൊ പഞ്ചാബ് ഹിന്ദിക്കാർക്ക് വേണ്ടി പുള്ളിയുടെ പ്രവചനം മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലാക്കുന്നത് ഞാനാണ്. പുള്ളി ആദ്യം PG സാറിന്റെ പാസ്റ്ററോട് പ്രവചിച്ചിട്ട് എൻ്റെ മേൽ കൈവച്ചു. പറഞ്ഞു, ഞാൻ നിന്നെ സമുദ്ര തീരത്തേക്ക് ഓടിക്കാൻ പോവാന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ അവിടെ കാശ്മീരിലങ്ങ് സമുദ്രമില്ല, എല്ലാം മലമ്പ്രദേശമോ. എന്നിട്ട് പുള്ളി പറയാം, 2 വർഷം നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുമെന്ന് പറഞ്ഞു, കാശ്മീരിൽ. അതിനുശേഷം 2 വർഷത്തേക്ക് ഓടിക്കുന്നു പറഞ്ഞു. ചുരുക്കി പറയട്ടെ, അവിടുന്ന് 86-ൽ മെയ്യിൽ സംസാരിച്ചു. 88-ൽ ഞങ്ങൾ അവിടെ വിടേണ്ടതായിട്ട് വന്നു. IIT ഞാൻ റിസൈൻ ചെയ്തു. കാരണം വീട്ടിലെ ഫാദറും മദറും മാത്രമേ ഉള്ളൂ. എല്ലാ സൗകര്യം നോക്കിക്കൊണ്ടിരുന്നത്. അവര് സൗകര്യയുടെ വിവാഹം കഴിഞ്ഞു പോയി. മറ്റുള്ളവരെല്ലാം വിവാഹം കഴിഞ്ഞ്. ജ്യേഷ്ഠൻ കന്യാകുമാരിയിൽ ആ സമയത്ത് സെൻട്രൽ പാസ്റ്ററായിട്ട്, ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ടിന്റെ സെൻട്രൽ പാസ്റ്ററായിട്ട് പുള്ളി കന്യാകുമാരി ഇരിക്കുന്നു. ഞാന് വടക്കേ ഇന്ത്യയുടെ വടക്കേറ്റത്ത് കാശ്മീരിൽ, പുള്ളി തെക്കേ ഇന്ത്യയുടെ തെക്കേറ്റത്ത് കന്യാകുമാരിയിൽ. ഇങ്ങനെ ഇരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരെ നോക്കണം. അങ്ങനെ ആ ഒരു ചിന്താഗതിയിൽ ഞാൻ പെട്ടെന്ന് റിസൈൻ ചെയ്തു. IIT റിസൈൻ ചെയ്ത് ഞാൻ പറയും, ഇന്നപ്പോൾ ഞാൻ ഇവിടുന്ന് മാറും. ആരെങ്കിലും വേലക്കാർ ഇവിടെ, അവിടെ നല്ല ചർച്ചും ആരാധനയൊക്കെ ഉണ്ട് അവിടെ, തോന്നാറോട്ടല്ലേ.
എന്നാൽ പോകാനിരിക്കുന്ന ആ ദിവസങ്ങളിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം എന്ന് പറഞ്ഞ് എന്നെ പൊക്കിയെടുത്ത് ഒരു വലിയൊരു സമുദ്രത്തിന്റെ മുകളിൽ കൂടി എന്നെ കൊണ്ടുപോയിട്ട് കർത്താവ് ക്രൂശുമേൽ കിടക്കുന്ന പോലെ കിടക്കുകയും ഞാൻ കർത്താവിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. വലിയ ട്രെയിനിന്റെ ലൈറ്റ് പോലെ ഒരു ലൈറ്റ് എന്നെ ഇങ്ങനെ കർത്താവിനെ അടിച്ചോണ്ടിരിക്കുക. ആ ലൈറ്റ് എന്നെ ഇതായിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്റെ പേര് വിളിച്ച് പറഞ്ഞ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. കാരണം അന്നല്ല ഞങ്ങള് കൂടുതൽ ഹിന്ദി ഉപയോഗിക്കുക. സോമൻ, ഞാൻ ഈ കഷ്ടം സഹിക്കുന്നതിനൊക്കെ അറിയാമെന്ന് ചോദിച്ചു. കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഈ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചുകൂടാ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോകാൻ പാടില്ല. വടക്കേന്ത്യയിൽ എനിക്കൊരു വേലക്കാരൻ നഷ്ടപ്പെടാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വലിയ ബൈബിൾ തുറന്നു വെച്ച് അതിങ്ങനെ വാക്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഓരോരോ പേജുകൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇങ്ങനെ ഇത് വളരെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു. ഓർക്കമുണർന്നു ഞാനെ പ്രാർത്ഥിച്ച കർത്താവേ, നിനക്ക് ഇതമില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പിജോറിസിന് എഴുത്തെഴുതി എന്നെ പോലെ ഞാൻ റിസൈൻ ചെയ്ത സ്ഥിതിക്ക് ഞാൻ നാട്ടിൽ പോകുന്നില്ല. പക്ഷെ ഒരു 2-3 മാസം കൂടെ ഞാൻ ഇവിടെ കാണും കുഞ്ഞുങ്ങളുടെ പഠിത്തം വേണ്ടി. പക്ഷെ അറിയിച്ച ഡേറ്റിൽ തന്നെ ഞാൻ ചർച്ചയിൽ നിന്ന് മാറിയിരിക്കും. ആരെങ്കിലും വിട്ട് ചർച്ച ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 മാസം കൂടെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് മാറി വേറൊരു വീടെടുത്ത്. കാരണം കുഞ്ഞുങ്ങളുടെ പരീക്ഷ നടക്കണമായിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആരോട് ചേരും. പല ആൾക്കാര് ഞാനിങ്ങനെ വിട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് റിസൈൻ ചെയ്ത് അറിയപ്പോഴും പലരും, കാരണം ഹിന്ദി അറിയാവുന്ന ഒരു ഭാഷ അവർക്ക് ആവശ്യമാണ് പലർക്കും. നമ്മുടെ ക്യാപ്റ്റൻ സോമേൽ സാറൊക്കെ വളരെ പ്രാവശ്യം എന്നോട് റിക്വസ്റ്റ്, ജമ്മു തവിയിൽ ഞങ്ങൾക്ക് 3 ചർച്ച ഉണ്ട്, അതിൽ ഏറ്റവും നല്ല ചർച്ച ഞാൻ പ്രഥമ തരാമെന്ന് പറഞ്ഞു. പല ആൾക്കാർ ആഗ്രഹിച്ചു. പക്ഷെ ദൈവാർത്ഥമേ കാത്തിരുന്നു. അപ്പൊ നാട്ടിലെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് വളരെ ന്യൂ ഇന്ത്യ ചർച്ച കൊള്ള തിരുവള്ളി പറയല്ല. ജ്യേഷ്ഠൻ ന്യൂ ഇന്ത്യ ചർച്ച കൊണ്ട് സെൻട്രൽ ഭാഷ. ഞാൻ തീരുമാനിച്ച് ഇല്ല, ന്യൂ ഇന്ത്യ അവിടെ ചേരും. അങ്ങനെ കർത്താവദാസ് ആറപ്പുറം ഭാഷയായിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു പോരാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ എവിടെ നിൽക്കും? എന്നോട് ചോദിച്ചു എവിടെ താമസിക്കാം. ഞാൻ പറഞ്ഞു എന്നെ എവിടെ വിട്ടാലും ഞാൻ പോവാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒറീസയിലെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രവർത്തനം അവിടെ ഒരു പാർഷ പോയി നടത്തുന്നുണ്ട്. ഇവിടെ കട്ടക്കില് ഉള്ളതായ ജോൺസൺ കെ ജോർജ് പറഞ്ഞ പാർഷാണ്. വല്ലപ്പോഴൊക്കെ ഇവിടെ പാരാതിയിൽ വന്ന് ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. കാരണം ഇവിടുത്തെ പാരാതി ഇതൊരു പോർട്ടാണ്, കപ്പൽ തുറമുഖമാണ്. ഇവിടുത്തെ ചെയർമാന്റെ സ്റ്റെനോ വന്നിട്ട് ഒരു മലയാളിയും, ആ സ്റ്റെനോയുടെ ഭാര്യ സുസമ എന്ന് പറയും, പുള്ളിക്കാരത്തെ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അച്ചായൻ വന്നിട്ട് യാക്കോബക്കാരനുമാണ്. അപ്പം പുള്ളിക്ക് കട്ടക്കുന്ന പാർഷ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തും വല്ലപ്പോഴൊക്കെ. അപ്പം പാർഷ ആവശ്യപ്പെട്ടു ഇവിടെ ഒരു പാർഷ വിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഇവര് കാത്തിരിക്കും ഒരു പാർഷ കിട്ടും. അപ്പൊ എന്നോട് ആറപ്പുറം പാർഷ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ ഒറീസ? ഞാൻ പറയാം പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒന്ന് കണ്ടു. അങ്ങനെ ദൈവഹിതത്താൽ 1988 മെയ് മാസം ഞങ്ങള് പാരാദ്വീപിൽ വന്നു. ആരാധന ഒന്നുമില്ല. 2 മാസത്തോളം ആരാധനയില്ല. വീട്ടിൽ കുത്തിയിരുന്നു. ഇവിടെ തെലുങ്ക് കോളനി ഉണ്ട്, അവിടെ ക്രിസ്ത്യൻസാ തീരത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാഷയൊന്നും അറിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കാന്ന് പറഞ്ഞപ്പോൾ അവര് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഹിന്ദി പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞു, എനിക്ക് ഒടിയ അറിയത്തില്ല, അവർക്ക് ഒടിയ അറിയത്തില്ല. ലാസ്റ്റ് മലയാളത്തിൽ പറഞ്ഞു. യോഹന്നാൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടി യോവാനാണെന്ന്. പിന്നെ നമ്പർ കാണിച്ചു കൊടുത്തു. 5-ാം വാക്യം വായിച്ചിട്ട് 3 അല്ലേലിയ പറഞ്ഞ് ഞാൻ ചേർന്നു അവിടെ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. 2 മാസം വീട്ടിൽ കുത്തിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു യുണൈറ്റഡ് ചർച്ച് ഉണ്ടായിരുന്നു. പണിത് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ആൾക്കാർ കൂടി, ഇവിടുത്തെ കുറച്ച് ബാപ്റ്റിസ്റ്റുകാർ ഓടിയക്കാർ കൂടി, അവർക്ക് 4 മണിക്ക് ആരാധന ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ രാവിലെ ഞങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സമയം തന്നു. ഞങ്ങൾ 10 മണിക്ക് ആരാധന ആരംഭിച്ചു. അവർക്ക് ഈ ബാപ്റ്റിസ്റ്റുകാർക്ക്, അവർ ഒഴിയക്കാര്, അവർ 4 മണിക്ക് ആരാധിക്കും. നമ്മൾ ഹിന്ദിയിലുള്ള ആരാധന വെച്ച് ആദ്യത്തെ ആരാധനയ്ക്ക് ഒരു വ്യക്തി വന്നു, മലയാളിയായ ഒരു വ്യക്തി വന്നു. സ്വോത്രാഴ്ചയൊന്നും എടുത്തില്ല. ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് സ്വോത്രാഴ്ച എടുത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഒരു 5 രൂപ താനെ പോകറ്റിട്ട് തന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടൊന്നും വിശ്വാസങ്ങളൊന്നുമില്ല. 450 രൂപ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ലഭിക്കും. 2 കുഞ്ഞുങ്ങൾ ഗവൺമെന്റിൽ പഠിക്കണം.
300 രൂപ അവർക്ക് ഫീസാണ്. 350 രൂപ ഒരു വാടകയാണ് റൂമിന്. അത് ഇവിടെ പോർട്ടംപുഴയുടെ കൂടെ നമ്മൾ താമസിക്കണം. അവര് വാടകയ്ക്ക് കൊടുക്കും. അവര് ഒരു റൂമിൽ അവര് താമസിക്കും, ഒരു റൂം നമുക്ക് വാടകയ്ക്ക് തരും. അവര് നമ്മളായിട്ട് മിക്സ് ആക്കി ചെയ്ത് താമസിക്കണം. അല്ല ഇവിടെ പ്രൈവറ്റ് ക്വാർട്ടേഴ്സ് ഇല്ല. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഒരു 9 വർഷം 9 വീട് മാറേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടി. ഈ സമയത്തൊക്കെ മടങ്ങിപ്പോകാനൊക്കെ വളരെ ചാൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സമയത്ത് ഞങ്ങൾ വന്നു ഒരു 2 മാസം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. രാവിലെ ടിഫിനൊന്നും കൊണ്ടുപോയില്ല. ഞാന് വളരെ ബുദ്ധിമുട്ട്. ടിഫിൻ കൊണ്ടുപോയില്ല. 2 മണി മോനെ ആ സമയത്ത് ഇവിടെ 1-ൽ അഡ്മിഷനായി, മോക്ക് 3-ാം ക്ലാസ്സിൽ മോള് അഡ്മിഷനായി. 2 മണിയായി വരും. ആ വീട്ടിൽ ആര് ടിഫിൻ കൊണ്ടുപോയിട്ടില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയി. പെട്ടിയെല്ലാം കൂടെ ഞങ്ങൾ നോക്കി 75 പൈസ കിട്ടി. അന്ന് ഈ 5 പൈസയും 10 പൈസയൊക്കെ നടക്കും. അതെല്ലാം നമ്മൾ പറയും 75 പൈസ കിട്ടി. പക്ഷേ 1 കിലോ അരിക്ക് അന്ന് ഇവിടെ ചുമന്ന അരിക്ക് 2 രൂപ 20 പൈസയാണ്. എനിക്കൊരു സൈക്കിളില്ല. 1 കിലോമീറ്റർ ദൂരമുണ്ട് ഒരു കട. അതൊരു ക്യാബിന് തടി കൊണ്ടുള്ളൊരു കടയാണ്. ഞാൻ അവിടുന്ന് ആ സാധനം മേടിക്കും. ഞാൻ നടന്ന് അവിടെ ചെന്നു. ചെന്നപ്പോൾ 1/2 കിലോക്കുള്ള പൈസ പോലും ഇല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക്, കാരണം 75 പൈസയേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ പോയി 1/4 കിലോ അരി മേടിക്കാൻ എനിക്കൊരു ലജ്ജ പോലെ തോന്നി. ഞാൻ തിരിച്ച് നടന്ന് വീട്ടിൽ വന്നു. പുള്ളിക്കാരത്തി ചോദിച്ച് എന്തോ മേടിക്കാൻ. ഞാൻ പറഞ്ഞു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ലജ്ജ തോന്നി, മേടിച്ചില്ല. 12 മണിയായപ്പോ പിന്നെയും പോയി. അന്നാലും അവിടെ ആൾക്കാർ കൂടുതലാണ്. 1 മണിയായപ്പോ പുള്ളിക്കാരത്തി പറഞ്ഞു 2 മണിയാകുമ്പോൾ പിള്ളേർ വരും, എന്ത് ചെയ്യും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല്. ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റില് ഞാൻ ഇറങ്ങി നടന്ന്, കർത്താവ് ഒരു ഐഡിയ തരണമേ, എന്തോ ആ കടയിലെങ്ങും ആള് കാണരുത്. കർത്താവ് പറഞ്ഞു വേറൊരു കടയിൽ പോകാൻ പാടില്ല. അങ്ങനെ ഞാൻ വേറൊരു കടയിൽ ചെന്നപ്പോ അവിടെ കടക്കാരൊന്ന് ഉറങ്ങുക. ആളാരുമില്ല, ഒരുപാട് അരി ഇങ്ങനെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എല്ലാം ചോദിച്ചപ്പോ ആൾ പറയാം എല്ലാം നല്ല അരിയാ സാറേ, കൊണ്ടുപോകുമെന്ന് പറയും. ഞാൻ നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ ചെന്ന് അഴുക്കാണെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരണ്ടേ. സാർ ബാബു നിങ്ങൾ കുറച്ച് കൊണ്ടുപോയി വെച്ചിട്ട് നല്ലതാണെങ്കിൽ പിന്നെ ഒന്ന് കൂടുതൽ മേടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഒരു 250 ഗ്രാം അരിയും തരാൻ പറഞ്ഞു. അതെ 250 ഗ്രാം അരി 2 കിലോ അരി തൂക്കുന്ന പോലെ അതെ തൂക്കി 250 ഗ്രാം അരി കൊണ്ടുവന്നു. കഞ്ഞി വെച്ചു. 5 റൊട്ടിയും 2 മീനും പോഷിപ്പിച്ച ദൈവം. ഞങ്ങൾക്ക് അധികമൊന്നും വന്നില്ലെങ്കിലും അന്ന് ഉച്ചയിലത്തെ ഞങ്ങൾക്ക് ചെമർത്തിയാൽ കുഞ്ഞുങ്ങൾ വന്നു, കഞ്ഞി കുടിച്ചു. ഇനിയും വൈകിട്ടത്തേക്ക് എന്ത് ചെയ്യും? വൈകിട്ട് മാവ് ആട്ട മേടിക്കണം. നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, വിടണം. ഞാൻ കുറച്ച് ഗോസ്പൽ എടുത്തോണ്ട് പോകും. അപ്പൊ ഇവിടെ അന്ന് ഭാഷ ഒഡിയായ. അന്ന് ഈ ടിവിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഹിന്ദി അറിയത്തില്ല. അപ്പൊ എനിക്ക് ഒഡിയ അറിയത്തുമില്ല. ഹിന്ദി ഈ പുസ്തകം കൊണ്ട് ഒരു പാക്കറ്റിന് 1 രൂപ അത് വിൽക്കും. അത് 50 പൈസ ബൈബിൾ സൊസൈറ്റി അയച്ചു കൊടുക്കണം. 50 പൈസ നമുക്ക് എടുക്കാം. പക്ഷെ ആരും മേടിക്കത്തില്ല. അൻപടാ ഞങ്ങൾക്ക് അറിയത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 4 മണിയാവുന്ന സമയത്ത് കുറച്ച് ബാക്കി കുറച്ച് ബുക്സുമായിട്ട് പോകുമ്പോൾ റിക്ഷയിൽ ഒരു സൗരം വരും. അപ്പം ഇത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാഷ് വന്നിട്ടുള്ളത്. എന്നെ കണ്ടപ്പോ എന്റെ വെള്ളവസ്ത്രമൊക്കെ പുള്ളി കണ്ടപ്പോ മനസ്സിലായ പാഷാണെന്ന്. പുള്ളി പെട്ടെന്ന് പ്രൈസിലോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു പാഷല്ലേ. ഞാൻ പറയാതെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. റിക്ഷയിൽ ഇരിക്കാൻ പറഞ്ഞു. റിക്ഷയിരുന്ന് അദ്ദേഹം വീട്ടിൽ കുറച്ച് ആപ്പിളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുള്ള ചോക്ലേറ്റ് എല്ലാം കൂടെ അത് പിള്ളേർക്കെല്ലാം എടുത്ത് കൊടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ ആപ്പിൾ മേടിച്ച കാശ് പൈസ ആയിട്ട് തന്നിരുന്നെങ്കിൽ വൈകിട്ട് ആട്ട മേടിക്കായിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നിയപ്പം പുള്ളി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി കരയുവാ. പുള്ളി ഒരു ചെറുപ്പക്കാരൻ പയ്യനാ, കൊട്ടാരക്കരയുള്ള ദാനിയേൽ എന്ന് പറയും. കൊച്ചു പയ്യൻ. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുക. ഒരു വള ഫാക്ടറി ഉണ്ട് ഇവിടെ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ. പുള്ളി പറഞ്ഞു രാവിലെ തൊട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പാഷുണ്ട്, പാഷക്ക് വളരെ കഷ്ടതയാണ്. പാഷ പോയി സഹായിക്കണം എന്ന് പറയാൻ എൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ 12 മണി വരെ ജോലി ചെയ്തു. പിന്നെ ഹാഫ് ഡേ എടുത്തു. അവിടുന്ന് പോകേണ്ട 10-20 കിലോമീറ്റർ ദൂരമാണ്. അവിടെ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് 12-13 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നമ്മൾ ബസ് കയറി ഇറങ്ങി ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചാണ് വീട്ടിൽ വരുക എന്നും പറഞ്ഞ പുള്ളി 450 രൂപ എടുത്ത് എൻ്റെ കയ്യെത്താം.
എന്നാ ഇത് 88 നടക്കുന്ന സംഭവം. ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ്. അന്നത്തെ കാലത്ത് ഈ 450 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 40,000 രൂപയേക്കാൾ വിലയാണ്. അങ്ങനെ ദൈവം അത്ഭുതം ഇവിടെ. അപ്പം പുള്ളി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ദൈവാത്മാനോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദറിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ 75 പൈസയും കൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ 250 രൂപ അരിക്ക് വേണ്ടി ഞാൻ നടക്കുമായിരുന്നു. അങ്ങനെ ദൈവം അങ്ങനെ നടത്തി. ഒരു സൈക്കിൾ ഇല്ലായിരുന്നു. എയർപോർട്ടിൽ ഒരു സൈക്കിളിന് വേണ്ടി അപേക്ഷിച്ചു, പക്ഷെ തന്നു പിന്നീട്. പക്ഷെ സമയത്ത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇപ്പൊ എവിടെ പോയാലും നടന്നു പോകണം. റിക്ഷയ്ക്കാണെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ല. ഒടുവില് ഞങ്ങൾ ഈ ഒരു 3 നില കെട്ടിടത്തില്, പോർട്ടിന്റെ കെട്ടിടം നോക്കുമ്പോൾ മേളിൽ ഒരു 6 ബാൽക്കണി യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ ക്രിസ്ത്യാനിയുടെ വീടാ. ചെല്ലുമ്പോഴെല്ലാം അവിടെ ലോക്കാ, അവിടെ ഒന്നും ആരുമില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് നോക്കുമ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഞാൻ കയറി ചെന്നപ്പോൾ അകത്ത് ആളുണ്ട്. ഞാൻ കൊട്ടി അദ്ദേഹം ഒരു സഹോദരൻ ഇറങ്ങി വന്നു. അത് എന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു, കാരണം അതേ ഒരു തെലുങ്ക് സഹോദരനാ. പുള്ളി പറഞ്ഞു, ഞാൻ പാസ്റ്റർ. പുള്ളി കയറിയിരിക്കാൻ പറയുന്നു. പുള്ളി അവിടെ വിശാഖപട്ടണം ട്രാൻസ്ഫർ ആയി വന്നതാ. വന്നിട്ട് 2 മാസമായി. പുള്ളി ഈ ട്രെജറില് ഈ കടൽ കുഴിക്കുന്ന ആ ജോലിയിൽ പണി ചെയ്യുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ വീട് വിശാഖപട്ടണത്ത്. പുള്ളിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യ 3ാമത്തെ കുട്ടിയെ പ്രസവിച്ചു. അവർ ടീച്ചർ. ഇദ്ദേഹത്തിന് അവിടുന്ന് ട്രാൻസ്ഫർ ആയി. വളരെ ബുദ്ധിമുട്ട്. പുള്ളി വിത്തൗട്ട് പേയ്മെന്റിൽ അവിടെ പോയി നിൽക്കും. അങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് 3 വർഷത്തേക്ക് ട്രാൻസ്ഫർ ആകത്തില്ല. പാഷ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി. അപ്പൊ പുള്ളി ഞങ്ങളോട് ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. വളരെ ഇതായി. പുള്ളിയോട് പറഞ്ഞു, പാഷേ എന്റെ ട്രാൻസ്ഫർ ആയ ഞാൻ പാഷയ്ക്ക് ഒരു സൈക്കിൾ പിടിച്ചതാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വിശ്വാസിയെ കിട്ടിയ സന്തോഷം ഉണ്ട്. കാരണം ഇവിടെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സ്റ്റെനോയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങൾ വന്ന സമയത്ത് നാട്ടിൽ പോയിരിക്കും, ലീവില്ല. അപ്പൊ ഈ സൈക്കിൾ മേടിക്കുമോ അതോ ഈ വിശ്വാസിയെ ഇവിടെ തടഞ്ഞു നിർത്തുമോ? അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആയി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അദ്ദേഹം പറയും, എന്റെ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ പോയിട്ട് തിരിച്ച് ഇവിടെ എനിക്ക് പകരം വരുന്ന വ്യക്തിയിലെ ഞാൻ പൈസ കൊടുത്തുവിടാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വാക്ക് പാലിച്ചു. അടുത്ത ആൾ വന്നപ്പോൾ 900 രൂപ അന്ന് ഒരു സൈക്കിളിന്റെ വില 900 രൂപയാണ്. 920 രൂപയ്ക്ക് ഒരു ഹെർക്കുലീസ് സൈക്കിൾ തന്നു. ദൈവം അങ്ങനെ നടത്തി. അങ്ങനെ പല സംഭവങ്ങൾ ദൈവം നടത്തി. ദൈവത്തിന് കൃപയാലെ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഓറിസായെന്ന് പല പ്രാവശ്യം പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്റെ പിന്നെ ഇവിടെ വേല വർദ്ധിച്ചു. എന്നെ ദൈവത്തിന്റെ കൃപയാലെ ഒരു റീജിയണൽ പാഷാക്കി. പക്ഷെ സഭകളില്ല. പാഷാക്കി. കാരണം ഒരുപാട് വർഷം എന്നോട് ആറപ്പുറം പാഷ, പുള്ളിയാണെന്ന് ജനറൽ സെക്രട്ടറി ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ട് നോർത്തേൺ റീജിയന്റെ മൊത്തം ഉത്തരവാദിത്തം പുള്ളിക്കാ. പുള്ളി പറഞ്ഞു, കട്ടക്കിലെ ഒരു പാഷുണ്ട് MC വർഗീസ്. കട്ടക്കിലുണ്ടായിരുന്ന പാഷ ജോൺസൺ കെ ജോർജൻ പുള്ളി ഭുവനേശ്വർക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് 2 പേർക്കും പാസ്റ്റർമാരുണ്ട്. എന്നോട് പറഞ്ഞു, അവരുടെ കുറച്ച് കട്ട് ചെയ്ത് നിനക്കൊരു റീജിയൻ ആക്കി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആരുടെയും കട്ട് ചെയ്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ 1 വർഷത്തോളം ഈ രാജ്യമില്ലാത്ത രാജാവിനെ പോലെ ഞാൻ എഴുതും. കാരണം റീജിയണൽ ഭാഷ, പക്ഷെ സഭകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസി ലോക്കൽ ഒരു ഒഡിയ സൗകര്യ ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരത്തില് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറയാം, അങ്കിൾ അവിടെ വന്ന് പ്രവർത്തിക്കുക. കാരണം അവരുടെ ഭർത്താവ് വളരെ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനാണ്. ഒടുവില് ഞാൻ അവിടെ പോയി പ്രവർത്തിപ്പാൻ തുടങ്ങി. ഞാൻ അവിടെ പോയി 8 മാസം ഒരു പാഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് ഒരു പാഷ തരണം. 8 മാസം പ്രാർത്ഥിച്ച പാഷ ഒരാളെയും തന്നില്ല. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന ചേഞ്ച് ചെയ്തു. കർത്താവ് 8 മാസം പ്രാർത്ഥിച്ചിട്ട് ഒരാളെ തന്നില്ല, ഇനി എനിക്ക് 10 പേരെ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ 10 പേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. 25 പാസ്റ്റർമാരെ ഒരുമിച്ച് ദൈവനിക്ക് തന്നു. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ന്യൂ ഇന്ത്യ ആയിട്ട് ചേരാൻ താല്പര്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ 5 ഡിസ്ട്രിക്റ്റിലായി 400 ചില്ലുവാനം പാസ്റ്റർമാരെ ദൈവം എനിക്ക് തന്നു. 11 സെൻട്രൽ പാസ്റ്റർമാരെ ദൈവം തന്നു. അതിനെ ഇങ്ങനെ ഭാഗിച്ച്
പിന്നെ കൊറോണ വന്നപ്പോഴത്തേക്ക് കുറച്ചേരൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ഏതാണ്ട് ദൈവത്തിന്റെ കൃപ 252 പാസ്റ്റർമാരുണ്ട്, സപ്പോർട്ടുള്ള പാസ്റ്റർമാർ. അതിന്റെ റീജിയണൽ പാസ്റ്റർ 4 സ്റ്റേറ്റിലായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അതിന്റെ ഏരിയ പാസ്റ്ററാണ് എൻ്റെ മോനെ. പുള്ളി BD ഒക്കെ കഴിഞ്ഞു, പൂനെ പോയി BD പഠിച്ചു, സരാംപൂരിന്റെ ഡോക്ടറേറ്റ് എടുത്തു. ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുടുംബസഹിതം ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ സന്തോഷമായിട്ട് മോളെ വേൾഡ് വിഷനിലെ 9 വർഷത്തോളം വേൾഡ് വിഷനിലെ അവളെ ജോലിയായിട്ടിരിക്കുമായിരുന്നു. അതും കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. അവിടെ ഭർത്താവ് ബഹറിലാണ്. അവിടെ പോയി രണ്ടുപേരും അവിടെ ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 ആമ്പിള്ളേരാ. മൂത്ത ആള് 7 കയറി, ഇളയാള് 3 കയറി. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിരിക്കുന്നത്. ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് വളരെ നന്ദി. ഇങ്ങനെ ഒരു ചാൻസ് സാഹചര്യം ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡാനിയൽ ജോണിനും കുടുംബത്തിനും പ്രവർത്തകർക്കും എല്ലാം ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെയും സ്നേഹത്തെ ഞങ്ങൾ അറിയിച്ചുകൊള്ളും. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവ് ജോസഫ് അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ ചെയ്തത് ഓർത്ത്, നല്ല അനുഭവങ്ങളെ തന്ന് ദൈവം നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതലുള്ള ഒരുപാട് ഓർമ്മകൾ, ദൈവം വിളിച്ച് വേർതിരിച്ച ആ നല്ല നാളുകൾ ഒന്നും മറന്നു പോകാതെ ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം കൂടി അയവിറക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം മറന്നു പോകുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നാം നന്ദികേടാണ്. എന്നാൽ കർത്താവിൻ്റെ ദാസനെ ദൈവം കൊണ്ടുവന്നതായ ആ പാതകൾ ഒന്നും മറന്നു പോകാതെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒരു ഹൈന്ദവ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. അവിടെ ജ്യേഷ്ഠ സഹോദരന് നേരിട്ടതായ ഭയാനകമായ രോഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലായിരുന്നു ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ദൈവം ആദ്യം പിടിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, കുടുംബാംഗങ്ങളിൽ ഏതെങ്കിലും. എന്നാൽ ആ വ്യക്തിയെ ദൈവം പിടിച്ചതിന് ശേഷം ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിലുള്ള പല പ്രിയപ്പെട്ടവരെയും ഒന്നൊന്നായി കണക്ട് ചെയ്ത് കർത്താവിന് പ്രയോജനമുള്ളവരാക്കി ദൈവം വേർതിരിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലൂടെ ഇന്ന് ദൈവദാസന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോകുവാൻ, പിന്നത്തേതിൽ ഇപ്പോൾ ഒറീസയുടെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും ശക്തമായി കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തൻ എന്ന നിലയിലേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന തിരുവെഴുത്തുകൾ പോലെ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ, അനേക ജ്ഞാനികളും വിദ്യാഭ്യാസമുള്ളവരും വലിയ സമ്പന്നന്മാരും ഒക്കെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ വിദ്യാഭ്യാസം വളരെ കുറവുണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ കഴിവുകൾ പലതും ഇല്ലാതിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ ദയയും ദൃഷ്ടിയും ദൈവം തൻ്റെ ഭൃത്യൻ്റെ മേലെ പകരുകയും തക്ക സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാൻ, ഉപയോഗിക്കുവാൻ, നിയോഗിക്കുവാൻ കർത്താവ് ശക്തമായി ഇന്ന് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ, ആയുസ്സും അവസരങ്ങളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രയോ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ രോഗസൗഖ്യമായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ഒരിക്കൽ പോലും
ചിന്തിക്കാത്ത നിലയിലുള്ളതായ സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തിനാണ് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വിളിയും പദ്ധതിയും തിരഞ്ഞെടുപ്പും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുവാൻ വൈകിയോ? ഇതാ ഈ അവസരം, ഈ സാക്ഷി കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? കർത്താവേ, അങ്ങ് എന്നോട് എത്രയോ പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. അങ്ങ് എന്നോട് എത്രയോ പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ, വടക്കേ ഇന്ത്യയിലേക്ക് പോകുവാൻ, ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, കണ്ണുനീരൊഴുക്കാൻ, പ്രാർത്ഥിപ്പാൻ. പ്രത്യേകിച്ച് രാത്രിയുടെ യാമങ്ങളിൽ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണർന്നെഴുന്നേറ്റ് ഇത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു രോഗമോ ദുഃഖമോ തകർച്ചയോ താഴ്ചയോ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം വലിയൊരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ദൈവസേനയിൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വേറൊരു കാര്യം എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ചു. അവർ പട്ടിണി കിടക്കുക, പഞ്ചാബിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ കഴിയാതെ, ഒരു പിടി അരി വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ വീട്ടുമുറ്റത്ത് വന്ന് ഉണക്കമീനുമായിട്ടാണ്. സ്തോത്രം. ഉണക്കമീനുമായിട്ട് വന്ന്, ഉണക്കമീൻ മാത്രമല്ല ആവശ്യമുള്ള പൈസ കൂടി കൊടുത്തിട്ട് അവിടെ നിന്ന് മറഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. ദൈവം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് തക്ക സമയത്ത് നമ്മുടെ അടുക്കൽ വരും. വലിയ സമൃദ്ധിയും കൊണ്ടൊന്നും ആയിരിക്കത്തില്ല വരുന്നത്. അത്യാവശ്യം നമ്മളുടെ ആവശ്യം അറിഞ്ഞ്, നമ്മുടെ അത്യാവശ്യം അറിഞ്ഞ് ആ സമയത്ത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ കേട്ടല്ലോ, ഏലിയാവിനെ പോഷിപ്പിച്ച കർത്താവ്. ആമേൻ. ഒരു കാക്കയെ കൊണ്ട് ഓരോ സമയത്തേക്ക് ആവശ്യമുള്ള ആഹാരം മാത്രമാണ് അവന് അവിടെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മൾക്കും ദൈവം ആവശ്യമുള്ളത് അതത് സമയങ്ങളിൽ നൽകി തന്ന് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമുണ്ട്. പിന്മാറാതെ നമ്മുടെ വിളിച്ച കർത്താവിനെ പിൻപറ്റുവാൻ, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഈ സാക്ഷ്യവും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ആരോ മാറ്റി ഇവിടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ സമയത്ത് പിന്നെയും ഞങ്ങൾക്ക് അതിൻ്റെ സ്നേഹം കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും മോത്തപ്പെടുത്തുവാനും ദൈവം ഇടയാക്കിയല്ലോ. പ്രത്യേക കർത്താവെ, അടിൻ്റെ സാക്ഷ്യം ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിയ നിന്റെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ മക്കളെ നീ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിനോട് ഈ സാക്ഷ്യം മുഖേന അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഇതിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയദാനിയേൽ ജോൺ കുടുംബം തന്റെ അണിയറ പ്രവർത്തകർ സമൃദ്ധയോടെ അനുഗ്രഹിക്കണമേ. ഈ അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗദൈവമേ നീ സഹായിക്കണമേ. സകല ബുദ്ധിയെയും കവിത ദൈവ സമാനത്താൽ മക്കളെ നിറയ്ക്കണം. അവർ ആവശ്യമൊതെല്ലാം ദൈവം സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി അനേക അനുഗ്രഹീരുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന യാചനകളോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ കാരണോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് ദൈവനാമ മോഹത്തിനുണ്ട് ആരോ മാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന്
കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സ് തരട്ടെ, കർത്താവിനുവേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നടക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.